നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ മെക്സെവന്റെ ഫൗണ്ടർ പി സലാഹുദ്ദീനും അതിന്റെ ബ്രാൻഡ് അംബാസിഡറായ അറക്കൽ ബാവയുമാണ്. പി സലാഹുദ്ദീൻ, എന്താണ് അങ്ങയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എവിടെയാണ് നാട്ടിലെ സ്ഥലം? അങ്ങയെക്കുറിച്ച് വലിയ വലിയ കഥകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിക്കും ആരാണ്? എന്റെ പേര് സലാഹുദ്ദീൻ പെരിങ്കിടക്കാട്. ഞാൻ 2010 സർവീസ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുന്നു. എന്റെ നാട്ടുകാർക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ 2010 ഞാൻ പഠിച്ച യോഗ എന്റെ നാട്ടിൽ നടപ്പിലാക്കുന്നത്. അങ്ങനെ അത് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ പങ്കാളികളായി 10-20 ആളുകൾ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് പ്രായം കൂടിയ ആളുകൾ ആരുമില്ല. എനിക്കൊരു 40 വയസ്സ് 45 വയസ്സാണ് ആ സമയത്ത്, 2010 ഞാൻ സർവീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോൾ കൂടുതൽ ആളുകളെ, പ്രായം കൂടിയ ആളുകളെ കൂടെ ഈ വ്യായാമരംഗത്തേക്ക് കൊണ്ടുവരാൻ, ഒരു പുതിയ വ്യായാമമുറ കൊണ്ടുവന്നാൽ അതിന് സഹായകരമാകുന്ന ചിന്തയിൽ നിന്നാണ് 2012 ഞാൻ ഒരു പുതിയ സിസ്റ്റം, ഒരു വ്യായാമമുറ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് 2012 MEC7 മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ 7. ഈ 7 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 7 കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വ്യായാമം ഞാൻ അന്ന് രൂപകൽപ്പന ചെയ്യുന്നത്. ഈ 7 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എയറോബിക് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ് ബ്രീത്തിങ് എക്സസൈസ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടന്റ് ഉപയോഗിച്ച് 21 എക്സസൈസ് 21 മിനിറ്റിൽ തീർക്കാവുന്ന വിധത്തിലാണ് 2012 ഞാനിത് രൂപകൽപ്പന മൊഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു പുതിയ സിസ്റ്റമാണ്. ഈ പുതിയ സിസ്റ്റം എത്രത്തോളം ജനങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം പ്രാവർത്തികമാണ്, പ്രയോജനപ്രദമാണ് എന്ന് എനിക്ക് വിലയിരുത്തി അനലൈസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് സ്ക്രൂട്ടി ചെയ്ത് എനിക്ക് അതിന്റെ റിസൾട്ട് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എന്റെ നാട്ടുകാർക്ക് മാത്രം പരിമിതപ്പെടുത്തി നീണ്ട 10 വർഷം എന്റെ നാട്ടുകാരുള്ളവർക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി. അങ്ങനെ കോവിഡ് വരുന്നു. കോവിഡ് അനന്തരം കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ചേർന്നു. കാരണം അപ്പോഴേക്കും ഇതിന്റെ ഗുണഗണങ്ങൾ നിയർ ബൈ വില്ലേജിലൊക്കെ അറിഞ്ഞ് ആളുകൾ കൂടുതൽ ഈ വ്യായാമ രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ ഈ കോവിഡ് സമയത്ത് തന്നെ എല്ലാവരും ഫീഡ്ബാക്സുകളൊക്കെ എടുത്തു തുടങ്ങിയിരുന്നു. ഫീഡ്ബാക്സ് എടുത്ത് അനലൈസിങ് കഴിഞ്ഞപ്പോൾ ജീവിതശൈലി രോഗങ്ങളിലൊക്കെ വലിയ മുക്തി ലഭിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയും. വളരെ വലിയ റിലീഫ് കിട്ടുന്നു. തന്നെ കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, അതേപോലെ തന്നെ യൂറിക് ആസിഡ്, പിന്നെ പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു. അവർക്കൊക്കെ തന്നെ സന്തോഷന്മാരായി മാറുന്നു. ആരോഗ്യം തിരിച്ചു കിട്ടിയ പ്രതീതി എല്ലാവരും തന്നെ പങ്കുവെക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു. ഇതിന്റെ മൗത്ത് ടു മൗത്ത് ആണ് സ്പ്രെഡ് നടക്കുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ തീരുമാനിച്ചു, നമ്മുടെ കമ്പനിയുടെ കൂടെ അന്ന് വ്യായാമത്തിൽ ഏർപ്പെട്ടിരുന്നതുമായി തീരുമാനിക്കുക, ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുക. കാരണം ഇത് ഈ ഒരു നന്മ, കാരണം ഇത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്റെ നാട്ടുകാർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല എന്ന ചിന്തയിൽ നിന്നാണ് ഇത് എല്ലാവർക്കുമായിട്ട് പുറത്തുവിടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 2012 മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫ്രീ ആയിട്ടാണ്. അപ്പൊ ബ്രാഞ്ച് ഔട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്, എന്നാണ് ജനങ്ങൾ സൗജന്യമായിട്ട് പഠിപ്പിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ആദ്യത്തെ ബ്രാഞ്ച് എന്റെ നാട്ടിൽ തന്നെ ഒരു 500 മീറ്റർ അകലെ ചെമ്മനപ്പറമ്പ് എന്ന സ്ഥലത്ത് ആരംഭിക്കും. അവിടെ എന്റെ സുഹൃത്ത് അശോകൻ, പിന്നെ ഒരു നാസർ പാണ്ടിക്കടൻ തുടങ്ങിയവരാണ് ചെമ്മനപ്പറമ്പിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. അത് സെപ്റ്റംബറിലാണ്, 2022 സെപ്റ്റംബർ. ശേഷം പറമ്പിൽ പിടികിൽ തന്നെ എന്റെ സുഹൃത്തുക്കളായ KT മുസ്തഫ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാവ, അവരിതിനെപ്പറ്റി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ഇത് പഠിച്ചെടുക്കുന്നു, അവരെ നാട്ടിൽ കൊണ്ടുപോകുന്നു. അവിടുന്ന് പുതിയ മെയിൻ ബ്രാഞ്ചായിട്ട് പെരുള്ളൂർ MEC7 സ്ഥാപിക്കുന്നു. ഇത് നടക്കുന്നത് 2022 ഒക്ടോബറിലാണ്. ശേഷം അദ്ദേഹം ബാവയെ, നമ്മുടെ ഈ അറക്കൽ ബാവയെ ഞാൻ ഇതിനെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തുന്നു. അത് അദ്ദേഹം അതിന്റെ ആ ചുമതല ഏറ്റെടുക്കുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി 2 വർഷത്തിനകത്ത്, ഇന്നേക്കിപ്പോ 2 വർഷമല്ല, ഏകദേശം 2 വർഷം, 2022 ഇപ്പൊ 2024 നവംബർ ഡിസംബർ, ഓക്കെ, ഈ രണ്ട് വർഷത്തിനകത്ത് വളരെ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് ഇതിന്റെ മെസ്സേജുകൾ എത്തി തുടങ്ങി. ജനങ്ങളൊക്കെ തന്നെ കൂട്ടമായി ഓരോ നാട്ടുകളിലും പഠിച്ചെടുക്കുന്ന ആളുകൾ അടുത്തടുത്ത പ്രദേശങ്ങളിൽ ബ്രാഞ്ചുകളുമായി മുന്നേറി. അങ്ങനെ ഇത് വലിയ രീതിയിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ന് എല്ലാ ഗ്രാമാന്തരങ്ങളും, മലബാർ ഏരിയയിലൊക്കെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ഇതിന്റെ MEC7 സെന്ററുകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് വലിയ സത്യം. ആ ജനങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ ആ ഒരു ജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് ആ ദൗത്യം ജനങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. 2012 മുതൽ 2022 വരെ വലിയ തോതിൽ പ്രവർത്തനം ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കോവിഡ് ആണോ? കോവിഡ് വന്നപ്പോ ആളുകൾ പിന്നെ എന്തായിരുന്നു 2022 ഉണ്ടായ ബൂമിന്റെ കാരണം എന്താ? അതുവരെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പരിമിതപ്പെടുത്തി. എന്നാൽ എന്റെ നാട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് പരിമിതപ്പെടുത്തിയത്. കോവിഡ് സമയത്ത്, കോവിഡ് അനന്തരം കൂടുതൽ ആളുകൾ എത്തിക്കുന്നുണ്ട്, ഈ വ്യായാമത്തിൽ പങ്കെടുത്തു.
അതിനുശേഷം അവരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ 2022 ഇത് മറ്റു സ്ഥലങ്ങളിൽ തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അതെ അതെ ഇത് അതെ ഇങ്ങനെ അതായിട്ട് നിർത്തി. എന്റെ നാട്ടുകാർക്ക് വേണ്ടി മാത്രം പരിമിതപ്പെട്ടിരുന്നു. 2022 കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് തുറന്നു വിടാൻ അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ സംഘടനയുടെ ഭാഗമായിരിക്കാം, പലതരം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. സലാഹുദ്ദീന് രാഷ്ട്രീയം ഉണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ ഭാഗമാണോ? അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഞാൻ അംഗത്വം എടുത്തിട്ട് അല്ലെങ്കിൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളല്ല. ഞാൻ ഒരു എക്സ് സർവീസുകാരനാണെന്ന സ്ഥിതി തന്നെ നമ്മൾ ന്യൂട്രലായിട്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് എവിടെയും പ്രകടിപ്പിക്കാനോ കാണിക്കാനോ പോകാറില്ല. നമുക്ക് ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ട് എന്താണ് എങ്ങനെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഒരു ന്യൂട്രൽ സ്ഥിതി, ആ ഒരു പൊസിഷനാണ് എനിക്ക് എപ്പോഴും ഞാൻ കാണിക്കാറുള്ളത്. അല്ലാതെ എവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ ആളാണ് ഇവിടെ ആളാണ് പറഞ്ഞ് ഞാൻ എവിടെ വർക്ക് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ അതാവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടേതായ നിലപാടുകളുണ്ട്, ചിന്തകളുടെ അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ ഭാഗമാണോ? മുജാഹിദുകാരനൊക്കെ ആണോ? അങ്ങനെയൊക്കെയാണ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നതാണോ? അങ്ങനെ ഇപ്പൊ നമ്മൾ മുസ്ലിം സമുദായത്തെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓരോ വിഭാഗത്തിലെ ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഒരു സമുദായത്തെ പരിഗണിക്കുകയാണെങ്കിൽ സമുദായത്തിനകത്ത് സുന്നികളുണ്ട്, അതിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അത് മുജാഹിദ് ഉണ്ട്, മുജാഹിദിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ എന്താണ് ജമാഅത്തിന് തന്നെ പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു നമ്മുടെ മുസ്ലിംസ് എന്നാണ് എന്റെ അനുസരിച്ച് ഞാനൊരു സലഫി ആദർശക്കാരനാണ്. അപ്പൊ ഞാൻ അതിലായിരിക്കും വിശ്വസിക്കുന്നത്. അത്തരം ഒരു ചിന്താഗതിയുള്ള അത്തരം ഒരു ായിട്ടുള്ള ബന്ധമേ ഉണ്ട്. ഇപ്പൊ അറക്കൽ ബാവയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇതിൽ ഞാൻ അങ്ങ് കൂടെ കൂടിക്കളയാം, ഞാൻ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഞാന് പിന്നെ എന്റെ ലൈഫില് ഭൂരിഭാഗം സമയം ഞാൻ ഉത്തരേന്ത്യ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നാട്ടിൽ വരുന്ന സമയത്ത് നാടിന്റെ ഒരു ഒബ്സർവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ കാരണം ഭയങ്കര പ്രയാസത്തിലാണ്. ഒരു സമയത്ത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു ജനത പെട്ടെന്ന് നമ്മൾ സ്മാർട്ടായിട്ട് പണം ഉണ്ടാക്കാനും ജീവിക്കാനും പഠിച്ചതിന്റെ കൂട്ടത്തിൽ ഒരുപാട് നല്ല ഭക്ഷണശൈലി നമുക്ക് സ്വായത്തമായി നമ്മളത് പിന്നെ ഏറ്റെടുത്തു. എന്നാൽ ജീവിതത്തിൽ ആവശ്യം വേണ്ട വ്യായാമത്തെ പറ്റി ആരും ബോധവാന്മാരല്ല. അതിനപ്പുറത്തേക്ക് ഭയങ്കര കാലുഷിതമായ ഒരു സ്ഥിതിയിലേക്ക്, അതായത് നമ്മളെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. അതില് ജാതി മത വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ ആദ്യം ഒരു എല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ചിട്ട്, അതായത് എല്ലാ മതങ്ങളും ജാതിയും രാഷ്ട്രീയവും ഈ പറഞ്ഞ ചിന്ത, ഇപ്പൊ സലാഹു സാർ പറഞ്ഞ പോലെ ഞാനൊരു സുന്നി ആശയക്കാരനാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമുക്കൊരു സുഹൃത്ത് വലയം എല്ലാറ്റിലും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന, നാട്ടിൽ പൊതുവായുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളൊരു പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും ഒരു മധ്യസ്ഥ നിലപാട് എടുക്കാനും അതിലേക്ക് ആളുകൾ വരാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിന്റെ ഇടയിൽ പലരും സന്നദ്ധ സംഘടനകൾ ഈ അവരെ ഈ പല രോഗങ്ങൾക്ക് ചികിത്സക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ എപ്പോഴും വരും. അപ്പൊ ഞാൻ ഇതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായത്, ഡോക്ടർമാരെടുത്ത് പോകുമ്പോൾ അവര് പറയും നിങ്ങളെ എക്സസൈസ് ചെയ്യണം, നടക്കണം കുറച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ പോകണം എന്നൊക്കെ പറയും. 4 ദിവസം പോകും, അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരൻ വന്നിട്ടില്ലെങ്കിൽ നടക്കാൻ പോകില്ല. അപ്പൊ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ ആദ്യം എങ്ങനെയുണ്ട്. അതോടൊപ്പം എല്ലാ മതസ്ഥരും എല്ലാ ആളുകളും ഒരുമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്ന, നമുക്കിപ്പോ ക്ലബിൽ പോകുന്ന പ്രായം ഞങ്ങൾക്ക് കഴിഞ്ഞു. ചെറുപ്പത്തിൽ ഞാൻ ക്ലബിന്റെ ഒക്കെ ഭാരവാഹിയായിട്ട് നിന്ന ആളാ. പക്ഷെ അതൊരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ നിൽക്കുമ്പോൾ നിൽക്കും. പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ എപ്പോഴെങ്കിലും ഒക്കേഷണലി അല്ലേ. ആ ഇടക്കാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ഒരു മുസ്തഫ, അദ്ദേഹം ഞാനും കൂടെ ഹൈസ്കൂൾ വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു അലുമിനി മീറ്റിൽ വെച്ചിട്ട്, EMA കോളേജ് അലുമിനി മീറ്റിംഗിൽ വെച്ചിട്ട് അച്ചീവ്മെന്റ് പറയുന്ന കൂട്ടത്തില് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എന്റെ നാട്ടുകാർക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. അതില് എല്ലാ ക്ലാസ് ആളുകളും, അതായത് അതിൽ ഓട്ടോ ഡ്രൈവർ മുതൽ വലിയ ബിസിനസ്മാൻ വരെ ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ജഡ്ജസ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് റിട്ടയർ ചെയ്തവരുണ്ട്, നാട്ടുകാരെ റിട്ടയർ ആയതും അല്ലാത്തവരുമായ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം അവിടെ വരുന്ന ആ വാക്കാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. എല്ലാ വിഭാഗം ജനങ്ങളും വരുന്നുണ്ടല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇങ്ങനെ 21 മിനിറ്റ് ഇങ്ങനെ. അപ്പോ ഈ കോവിഡാനന്തരം എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ഈ ബ്രാഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് എത്ര ആളുകളായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്?
അന്ന് 60, 70, 80 പേര് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ ഈ ആശയം കേട്ട ഉടനെ അദ്ദേഹമായിട്ട് മീറ്റപ്പ് ചെയ്യുകയും ഈ കാര്യം പഠിക്കുകയും, എന്റെ നാട്ടിൽ എന്റെ സുഹൃത്തുക്കളായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം കലാം മാസ്റ്ററിന്റെ സുഹൃത്താണ്. അതേപോലെ ശിവാനന്ദൻ, അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്, ചീഫ് ട്രെയിനറാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് കേട്ട ഉടനെ അധികം വൈകാതെ ഇത് ഞങ്ങളെ നാട്ടിലേക്ക് പെരുവള്ളൂരിലേക്കും കൂടി കൊണ്ടുവന്ന ഒരു ബ്രാഞ്ച്. കൊണ്ടുവന്ന സമയത്ത് ഇതിന്റെ ഈ റിസൾട്ട് പലരും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്സ് പറയാൻ തുടങ്ങി. പിന്നെ ഈ ഒരു എല്ലാവരും ഒരു സോഷ്യലൈസേഷൻ ഉണ്ടല്ലോ, ഒരുമിച്ച് ചേരല്ലേ, അവന് 1/2 മണിക്കൂർ നേരം കൊണ്ടെല്ലാം കഴിഞ്ഞു. ആ ഒരു റിസൾട്ട് കിട്ടിയപ്പോ ഈ ഒരു പെരുവള്ളൂർ ഗവൺമെന്റ് LP സ്കൂൾ ഗ്രൗണ്ട് നിറയാൻ തുടങ്ങി. 150-200 ആളുകളായി. അപ്പോൾ തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ഈ വന്ന ആളുകൾ ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ പ്രത്യേകിച്ച് ഇതിനൊരു സ്പ്രെഡ്, അതായത് നമ്മൾ ദേശീയ ദിന പ്രാധാന്യമുള്ള ദിവസങ്ങളോ എന്തെങ്കിലുമൊക്കെ ആഘോഷ പരിപാടികൾ ഒക്കെ സംഘടിപ്പിക്കും. നമ്മൾ സ്കൂൾ പീരീഡിന് ശേഷം നമുക്ക് അതൊക്കെ ഒരു അവസരമാണ്. റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കാനൊക്കെ ഉള്ള ഒരു അവസരം. അതേപോലെയുള്ള പല നമ്മൾ ആഘോഷങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ആ രീതിയിൽ ഇതൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു വന്നപ്പോ ഇത് ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പോ ഇതിന്റെ പ്രചരണത്തിന് ഞങ്ങൾ പല രീതിയിലുള്ള പ്രൊമോഷൻസും പിന്നെ വീഡിയോസ്, കാര്യങ്ങള്, ഫീഡ്ബാക്സ് ഒക്കെ ആളുകൾ ഇങ്ങനെ ലോഡ് ചെയ്യും. ഞങ്ങൾക്ക് ഇന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില ടെസ്റ്റുകൾ, അതായത് ഷുഗർ, അതേപോലെ തന്നെ ക്രിയാറ്റിന്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ആളുകൾ അതിന്റെ റിസൾട്ട് പുതിയ റിസൾട്ടുമായി താരതമ്യം ചെയ്ത് പറയാൻ തുടങ്ങി. പിന്നെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ നാടൻ ടോയ്ലറ്റ് ഉപയോഗിക്കാനോ ഇരിക്കാനോ നടക്കാനൊക്കെ ഉള്ള വിഷമങ്ങൾ. അപ്പോ അതൊക്കെ മാറിയ ഫീഡ്ബാക്സ് വന്നപ്പോ, തലകറക്കം മാറിയ ഫീഡ്ബാക്സ് വന്നപ്പോ, ശരീരത്തിന് ക്ഷീണം മാറിയ ഫീഡ്ബാക്സ് വന്നപ്പോ, ഇത് കേട്ടപ്പോ പൈസ ഇല്ല, പെട്ടെന്ന് തീരും. അത് മാത്രമല്ല, ഇതിന് രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്കും വരാൻ ചെയ്യാൻ പോകാം. പിന്നെ 6 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവർക്ക് ചെയ്യാം. അപ്പോ ഇതൊരു സിമ്പിൾ പരിപാടിയാണല്ലോ. രാവിലെ നടക്കാൻ പോകുന്ന കൂട്ടത്തിൽ അങ്ങോട്ടൊന്ന് കയറി ഇതൊന്ന് കണ്ടു നോക്കാം. ചിലര് ദൂരെ നിന്ന് കാണും ഫസ്റ്റിലെ ദിവസം. അത് ഞങ്ങൾക്ക് അനുഭവം. 20-25 പേര് ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കും. പിറ്റേന്ന് അവരെ വിളിക്കും. ചിലര് നാണിച്ചു പോകും, വിളിക്കും. അങ്ങനെ ആളുകൾ കടന്നു വന്നു. പിന്നെ ഇപ്പോ എക്സാമ്പിൾ മാഡം വന്നു. നിങ്ങളെ ബെനിഫിറ്റ്സ് കാണുമ്പോൾ, നിങ്ങൾക്ക് ഇതിനുകൊണ്ടുള്ള ഗുണം കാണുമ്പോൾ, സ്ട്രെസ്, സ്ട്രെയിന്, അതേപോലെ തന്നെ മനുഷ്യന് മാനസികമായ പ്രശ്നങ്ങൾക്ക് വരെ ഈ ഒരു സോഷ്യലൈസേഷൻ വളരെ പിന്നെ ഈസിനെസ് നൽകുന്നുണ്ട്. അതായത് ടെൻഷൻ മാറാനൊക്കെ ഒരുപാട് സഹായിച്ചു. ഇങ്ങനെ നല്ല ഫ്രഷായ ചിന്തകളും പോസിറ്റീവ് എനർജിയും കിട്ടുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ കുടുംബത്തിലേക്കും ബന്ധുവീടുകളിലെ ചർച്ചയിലേക്കും കല്യാണ വീടുകളിലെ ചർച്ചയൊക്കെ ആയി അങ്ങനെ ആളുകൾ കൂടാൻ തുടങ്ങി. അപ്പൊ അതില് മറ്റ് പിന്നെ എന്തെങ്കിലും ഒരു റിസ്ട്രിക്ഷൻ ഇല്ല, എന്തെങ്കിലും ഒരു സംവരണം ഇല്ല, എല്ലാവർക്കും എപ്പോഴും വരാം. ഒന്നും ചോദ്യമോ പറച്ചിലോ ഇല്ല, നിങ്ങൾ ആരെ എവിടെ നിന്ന് ഒന്നും അറിയുന്നില്ല. ജനങ്ങള് ബീച്ചിൽ പോകുന്നത് പോലെ യോഗ സെന്ററിലേക്ക് വരികയും എക്സസൈസ് ചെയ്യുകയും പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോ ഇതെങ്ങനെ വലുതായല്ലോ, കുറെ വലുതായി. എത്ര ജില്ലകളിലായിട്ട് എത്ര ബ്രാഞ്ച് ഉണ്ട് നിങ്ങൾക്ക്? എത്ര ജില്ലകളിൽ എത്ര കേന്ദ്രങ്ങൾ? ഇപ്പോ 2000 മലപ്പുറം, അതായത് ഇതിന്റെ തുടങ്ങിയത് കൊണ്ടോട്ടിയിൽ വെച്ചിട്ടാണ്. അപ്പൊ കൊണ്ടോട്ടിയിൽ തുടങ്ങി, കൊണ്ടോട്ടിയുടെ പരിസരത്തേക്ക് അദ്ദേഹം പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു 500 മീറ്റർ അപ്പുറത്തേക്ക് ഈ ഒരു അലർട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ആളുകൾക്ക് ഇങ്ങനെ നല്ലൊരു സംഭവമാണെന്ന് തോന്നിയപ്പോഴാണ് ആദ്യം അങ്ങോട്ട് പോയത്. പിന്നെ പെരുവള്ളൂരിൽ വന്നു. ഇങ്ങനെ ഇതിന് പരിസരത്തേക്കാണ്, അതായത് ആ ഒരു നമ്മള് പിന്നെ ലിങ്ക് ഉണ്ടല്ലോ, അടുത്തടുത്ത സ്ഥലങ്ങളിലുള്ള ആളുകളാണ് കൊച്ചു കൊച്ചു യൂണിറ്റുകളായിട്ട് അങ്ങനെ തുടങ്ങിക്കൊണ്ടുവന്നത്. അതില് വനിതകളത് വേറെ ഉണ്ട്. പറമ്പിൽപ്പടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ 150-180ഓളം സ്ത്രീകൾ, ഇന്ന് 12 ബ്രാഞ്ചായി അവിടെ നിന്ന്. അപ്പൊ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിട്ടാണ് ആദ്യം മലപ്പുറത്തേക്ക്, പിന്നീട് അത് കോഴിക്കോട് ജില്ലയിലേക്ക്. ഒരു അധ്യാപകനെ മലപ്പുറത്ത് എത്ര ബ്രാഞ്ചുകൾ കണക്കുണ്ടോ നിങ്ങൾ? മലപ്പുറത്ത് ഒരു 470ഓളം ബ്രാഞ്ചുകൾ ലേഡീസും ജെന്റ്സും ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് 150ഓളം, ഈ വിവാദം ഉണ്ടായതുകൊണ്ട് 150ഓളം ബ്രാഞ്ചുകളാണ് പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു അധ്യാപകൻ മലപ്പുറം ജില്ലയിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ കാലുവേദനകൾ മാറാൻ നടക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഫസ്റ്റിലെ ദിവസം നടന്നു. പിറ്റേ ദിവസം ഇദ്ദേഹത്തെ പട്ടി ഓടിച്ചു. ഇദ്ദേഹം തൊട്ടടുത്ത ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. അപ്പൊ അവിടെ ഒരാള് ഈ മെക്സവന്റെ യൂണിഫോം ഇട്ടിട്ട്, അവിടുത്തെ ഒരു പ്രായം ചെന്ന ഒരു 70 വയസ്സായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, മാഷ് ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എനിക്ക് അതൊന്നും ചെയ്താൽ പറ്റൂല, എനിക്ക് യോഗക്കൊന്നും വരാൻ സമയമില്ല, എനിക്ക് നടക്കാനാ പറഞ്ഞത്. അങ്ങനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു, അട്രാക്ട് ചെയ്തു.
അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി, കടലൂരിലേക്ക്, ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി. അദ്ദേഹം കൊണ്ടുപോയി അവിടുത്തെ റിസൾട്ട്, അവിടുത്തെ ആളുകൾ, അതിലെല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. അവരത് ഏറ്റെടുത്തിട്ട് കോഴിക്കോട് ജില്ലയിൽ ഇതൊരു കാട്ടുതീ പോലെ എല്ലാ സ്ഥലത്തേക്കും ഇതങ്ങോട്ട് പടരാൻ തുടങ്ങി. കാരണം പെട്ടെന്ന് റിസൾട്ട്, അതിലധികം ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാലോ, ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാവും, സമയം ഭയങ്കര കറക്റ്റ് ആയിരിക്കും, ഫ്രെയിം ചെയ്ത ടൈം ആയിരിക്കും. അപ്പൊ അവർക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുകയും അധ്യാപകർക്ക് അത് ട്രെയിൻ ചെയ്യാൻ അറിയാം. പിന്നെ ഇത് വളരെ ഈസിയാണ്. 4 ദിവസം വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സസൈസ് പഠിക്കും. അപ്പൊ അത് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഇത് പ്രചരിച്ചു. ഞങ്ങളാണ് പിന്നെ പാലക്കാടുണ്ട്, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂര്, കാസർഗോഡ്, പാലക്കാട്, പിന്നെ കൊല്ലം, തിരുവനന്തപുരം, പല സ്ഥലത്തും ഇവിടുന്ന് ഇതേപോലെ ഖത്തറിലും ഗൾഫിലും ഒക്കെ ഉണ്ടോ? ഗൾഫ് കൺട്രീസിലുണ്ട്, ഇന്തോനേഷ്യയിൽ ചില സെന്ററുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറെ ബ്രൂണെ പോലെ, അതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റ് ആണ്. അമേരിക്കയിൽ ഇവിടുന്ന് ഒരാള്, പിന്നെ താമരശ്ശേരിയിൽ ഒരാൾ പോയ സമയത്ത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പറഞ്ഞു കേട്ടും അനുഭവിച്ചുള്ള പല ആളുകളും അവരവരുടെ സ്ഥലത്ത് തുടങ്ങി. ഇനി ഈ എക്സസൈസിന്റെ ഒരു പ്രത്യേകത എന്താ? ഇതെങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? ഇപ്പൊ ഈ 7 വിഭാഗത്തിൽപ്പെട്ട എറോബിക് സിമ്പിൾ എക്സാം എന്തായിരുന്നു അതിലെ ഗവേഷണം? അതിലെന്ത് പഠനം നടത്തിയത് സലാഹുദ്ദീൻ സാർ? എങ്ങനെയായിരുന്നു ഇത്, ഈ ഒരു പാക്കേജ് എങ്ങനെ ഉണ്ടാക്കി? ഈ പാക്കേജ് ഉണ്ടാക്കാൻ കാരണം ഞാൻ ഏറ്റവും ഗുണകരമായ രീതിയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മോഡ്യൂൾ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ആഗ്രഹം ഏറ്റവും ഫലവത്തായിരിക്കണം. അപ്പൊ നമുക്കറിയാം, ബ്രീത്തിങ് സെക്ഷന് ശരീരത്തിന്റെ ഏറ്റവും കൂടുതൽ ഫലവത്ത, നമുക്ക് ബ്രീത്തിങ് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം. ആ ഒരു ബ്രീത്തിങ് സെക്ഷൻ, അതായത് ഡീപ് ബ്രീത്തിങ് വഴി ശരീരം മറ്റ് എക്സസൈസുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ എക്സസൈസ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ആ വീഡിയോ നോക്കിയപ്പോ എനിക്ക് തോന്നി മൊത്തം എക്സസൈസിന്റെ ഒരു ബേസ് യോഗയുടെ ഒരു സാധനമാണോ? അങ്ങനെയാണോ? യോഗയിലാണോ ഇത് ബാക്കി ഉണ്ടാക്കി വന്നിരിക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരു അർത്ഥം വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ട് ഞാൻ പറഞ്ഞ 7 സെക്ഷൻ എയറോബിക്സ് വരുന്ന ജമ്പിങ് ജാക്സ് ആണ് ഏറ്റവും ഇതിൽ പരമപ്രധാനം. ഏറ്റവും എയറോബിക്സ് ആയിട്ട് വരുന്ന ജമ്പിങ് ജാക്സ്. ഈ ജമ്പിങ് ജാക്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് നമുക്ക് സിമ്പിൾ എക്സസൈസ്, ഈ ജോയിന്റുകളൊക്കെ ഇളക്കിയെടുക്കുന്ന സിമ്പിൾ എക്സസൈസ് ആണ്. ആംഗിൾ റൊട്ടേഷൻ, നീ റൊട്ടേഷൻ, ഹിപ്പ് റൊട്ടേഷൻ, അതേപോലെ റൊട്ടേഷൻസ്. അത് കഴിഞ്ഞിട്ടാണ് ബ്രീത്തിങ് സെക്ഷനിലോട്ട് വരുന്നത്. അപ്പൊ എല്ലാ ജോയിന്റുകൾക്കും വ്യായാമം നൽകുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് ആയിരിക്കണം. പക്ഷെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഇൻക്ലൂഡിങ് ഇന്നർ ഓർഗൻസിന് കൂടി ലഭിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവം, അത് എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. അത് അങ്ങയുടെ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് എന്താ, എങ്ങനെയാ മനസ്സിലായത് എന്ന്? ഈ രീതിയിലൊക്കെയുള്ള എക്സസൈസുകളാ വേണ്ടത്, ഈ പാക്കേജ് ഇങ്ങനെ ആയിരിക്കണം എന്ന് എങ്ങനെ ഫിക്സ് ചെയ്തു? ഈ 21 എങ്ങനെ വേണം? അപ്പൊ ഞാൻ സർവീസിൽ നിന്ന് ഞാൻ പരമ്പരാഗത യോഗ സർവീസിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട് ആൾറെഡി. അപ്പം അതിന്റെ ഭാഗം എനിക്ക് കുറച്ച് ഈ വ്യായാമരംഗത്ത് എനിക്ക് ആൾറെഡി സർവീസ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വളരെ താല്പര്യമായിരുന്നു. ബേസിക് അവിടുന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സംയോജിച്ചുകൊണ്ട് എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, വ്യായാമരംഗത്തുള്ള എന്റെ എക്സ്പീരിയൻസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ മൊഡ്യൂൾ ചെയ്തു. അങ്ങനെ അത് സ്ട്രക്ചറൈസ് ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ആണോ, ക്വസ്റ്റ്യൻസ് എല്ലാം ലെവലാണോ, അതൊക്കെ ചെക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ആക്ച്വലി നമുക്ക് ആ പീരീഡ് എടുത്തത്. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്തതെല്ലാം വളരെ ഫലവത്താണ്. ഒരു പ്രയാസമില്ല. മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ വളരെ റിസൾട്ട് കിട്ടുന്നുണ്ട്. കൺഫർമേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്രയും പീരീഡ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അത്രയും ഒരു 10 വർഷം അതൊരു കൺഫർമേറ്റീവ് വേണ്ടി മാത്രമാണ് ചെയ്തത്. കാരണം ഇതിന്റെ അപാകത ഉണ്ടോ, മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന എക്സസൈസ് സിസ്റ്റമാണ്, എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ അല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ടോ എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്തു, എന്റെ ലെവലിൽ ഞാൻ പഠിച്ചെടുത്തു. കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത്, ശരി, ഓക്കെ, വളരെ പെർഫെക്റ്റ് ആണ്, വളരെ റിലീഫ് കിട്ടുന്നുണ്ട്, ജീവിതശൈലി രോഗങ്ങളൊക്കെ മുക്തമാണ്, പര്യാപ്തമാണെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പൊ ഈ ആധുനിക കാലത്ത് വ്യായാമം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. ആളുകൾക്ക് മടിയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പാടാണ്. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഏറ്റവും വലിയ മഹത്തായ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ജിമ്മിൽ പോകാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിച്ചു. പിന്നെ അതിൽ നിന്ന് എന്തോ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് അവർ വ്യായാമം തുടങ്ങി എന്നുള്ളതാണ് ഞാൻ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അത് വലിയ കാര്യം തന്നെയാണ്. കാരണം വേറെ ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം ജിമ്മിൽ ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് പോകുകയാണെങ്കിൽ പോലും ഒരാഴ്ച കഴിയുമ്പോൾ ബോറടിച്ച് നിർത്തും. അല്ലെങ്കിൽ നമുക്ക് അവർ പറയണം മനസ്സിലാവില്ല. അപ്പുറത്തിൽ നിൽക്കുന്ന ആൾ നന്നായി എക്സസൈസ് കാണുമ്പോൾ നമുക്ക് ഈഗോ വരും, നമുക്കിത് പറ്റുന്നില്ല, അപ്പം നമ്മൾ നിർത്തുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് സാധാരണക്കാരായ ജനങ്ങളെ വ്യായാമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കി അത് ചെയ്യിപ്പിച്ചു. പക്ഷേ ഇപ്പൊ ഈ റിസൾട്ടുകളെ പറ്റി പറയുന്നതിൽ എനിക്ക് തോന്നുന്നൊരു സംശയം, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ജീവിതശൈലി രോഗങ്ങൾ കുറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലായി? എന്താണ് അതിന്റെ ശാസ്ത്രീയ അടിത്തറ? എന്താ? അതായത്
നമുക്കറിയാം, നമ്മൾ ശരീരത്തിന് വ്യായാമം നൽകി കഴിഞ്ഞാൽ, അതായത് അത്യാവശ്യത്തിന്റെ ഗണത്തിലാണല്ലോ വ്യായാമത്തെ പെടുത്തേണ്ടത്. വ്യായാമം നൽകി കഴിഞ്ഞാൽ ഇപ്പൊ ശരീരത്തിലേക്ക് ഓക്സിജന്റെ പ്രവാഹം ഉണ്ടാവും. ഇപ്പോ ഇപ്പൊ ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, അതിന്റെ റിസൾട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ശരീരത്തിൽ മെറ്റബോളിസം വർദ്ധിക്കാൻ, കൊഴുപ്പ് അലിഞ്ഞു പോകാൻ, അതേപോലെ ശരീരഭാരം നിയന്ത്രിക്കാൻ, കാർഡിയാക് ബെനിഫിറ്റ്, ഹാർട്ടിന് ബെനിഫിറ്റ് കിട്ടുന്ന എല്ലാം ചേർന്നിട്ടുള്ള 1 മിനിറ്റ് ജമ്പിങ് ജാക്സ് നമ്മൾ കറക്റ്റായിട്ട്, അതായത് 60 ജമ്പിങ് ജാക്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ ഏറെക്കുറെ ഒരു അരമണിക്കൂർ ബ്രിക് സ്വാക്സ്, കഴി വീശി നടക്കുന്ന അതേ കലോറി ബേണിങ്ങും അതേ എനർജിയും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് ഇത് വാമപ്പ് ചെയ്യാം. പിന്നെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക്, ജോയിന്റിലോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് പോലുള്ളവരോട് നമ്മൾ ജമ്പിങ് ജാക്സിൽ കൈ മാത്രം ഉയർത്തി താഴ്ത്തുന്നതേ പറയുന്നുള്ളൂ. ഹൈ ഇന്റൻസീവ് പൊസിഷനിൽ കൈ കൊണ്ടുവരിക, താഴ്ത്തുക. പ്രായത്തിനനുസരിച്ച് തടിയുള്ള ആളുകൾക്കൊക്കെ പിന്നീട് ശരീരം ഫിറ്റായതിനു ശേഷം. പിന്നെ നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നതാണ് നമ്മുടെ ആംഗിൾ, കാല്, പാദം. അപ്പൊ ഈ പാദത്തിന് വാമപ്പ്, ഇതൊക്കെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഓഫീസിൽ ഇരിക്കുകയാണെങ്കിലും കാലിനൊന്നിങ്ങനെ വാമപ്പ് ചെയ്യണമെന്ന് മാഡത്തിന് അറിയാം, എനിക്കറിയാം. പക്ഷെ നമ്മളത് ചെയ്യില്ല. പിന്നെ ജോയിന്റ്, മുട്ട് ജോയിന്റിൽ ഇത് സർക്കുലർ റൊട്ടേഷൻ അല്ല, ശരിക്കും ഇതിനൊരു മൂവ്മെന്റ് ആണ്. അതായത് സിലോയിൽ ഫ്ലൂയിഡ് എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം, മുട്ടിന്റെ മുറുക്കം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാ എക്സസൈസ് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ ഹിപ്പിന് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴോ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒക്കെ ഉള്ള ഒരു പിടുത്തം ഉണ്ടല്ലോ, അരക്കെട്ടിനുള്ള ഒരു പിടുത്തം, നീർക്കെട്ട്, വേദന, അതൊക്കെ മാറുന്നതിന്, പിന്നീട് അത് വലിയ ഇഷ്യൂ ആയി മാറുന്നതിന് ചെറുതായിട്ട് അതിനെ ഒന്ന് വാമപ്പ് ചെയ്യാണ്. പിന്നെ ഹെഡ് റൊട്ടേഷന്റെ ബെനിഫിറ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ഡോക്ടർ ഷാജഹാൻ ഞങ്ങളെ കൂടെ തന്നെയുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഓറൽ വെർട്ടിഗോ എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതേപോലെ മറ്റ് ബാലൻസിങ് പ്രശ്നങ്ങളും മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അത് മാറി ഫീഡ്ബാക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഇതിനെ പറ്റി, ഡോക്ടറാണ്, എന്തിന്റെ ഡോക്ടറായിരുന്നു അദ്ദേഹം? അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ സെൽഫ് അനുഭവം, അദ്ദേഹം 12 വർഷം മരുന്ന് കുടിച്ചിട്ട് മാറാത്ത അസുഖമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ. ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എനിക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, ഇവിടുത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ നിങ്ങളുടെ എക്സസൈസുകൾ നോക്കുമ്പോൾ ഇതില് ഒരു സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വളരെ കുറവാണ്. ഇപ്പൊ നമ്മളെ മസിൽ മാസ് ഉണ്ടാവാൻ നിങ്ങൾ ഇപ്പൊ പ്രായമായ ആളുകൾ ഒരുപാട് വന്ന് വ്യായാമം ചെയ്യുന്നത് ഞാൻ കണ്ടു നിങ്ങളുടെ ഗ്രൂപ്പിൽ. ഏറ്റവും കൂടുതൽ അത് ഭയങ്കര സന്തോഷാട്ടോ അത് കാണുമ്പോ. അപ്പൊ അവർക്ക് മസിലാണല്ലോ, അപ്പൊ അവർക്ക് നമുക്കൊരു 35-40 വയസ്സാകുമ്പോൾ മസിൽ ലോസ് ഉണ്ടാവുമല്ലോ. അപ്പൊ മസിൽ കൂടുതൽ കിട്ടുന്ന എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്താ അതില് നിങ്ങളുടെ എക്സസൈസിൽ ഏതാണ് മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ്? ഇതിന്റെ മെക്സോന്റെ മാജിക് തന്നെ അതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ബ്രീത്തിങ് സെക്ഷനിലെ എല്ലാ എക്സസൈസുകളും തന്നെ മസിലിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്നതാണ്. നമ്മളൊരു 10 കിലോ വെയിറ്റ് എടുത്ത് ജിമ്മിൽ പോയി 10 കിലോ 20 കിലോ വെയിറ്റ് പൊക്കുന്ന അതേ പൊസിഷനാണ് നമ്മുടെ കൈകൾ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിച്ചിട്ട്. ഇപ്പം ഓരോ പൊസിഷൻസ് ചെയ്യുമ്പോൾ ഇതേപോലെ കൈ പൊക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അപ്പൊ മസിലുകൾക്ക് തന്നെ സ്ട്രെങ്തനിങ് ചെയ്ത് സ്ട്രെച്ചിങ് ചെയ്ത് മുകളിലോട്ട് വലിച്ചു പിടിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഈ പ്രായമുള്ള ആളുകൾക്ക് തന്നെ 70 വയസ്സാകട്ടെ 80 വയസ്സാകട്ടെ, അവര് പ്രായം എത്രയാവട്ടെ, പക്ഷെ അവർക്ക് അവരുടേതായ ആ കപ്പാസിറ്റി, എഫിഷ്യൻസി വെച്ചിട്ട് അവർ കൈകൾ ഉയർത്തുകയും കൈകൾ മുകളിലോട്ട് ഉയർത്തി വലിച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊക്കെ തന്നെ ആ മസിലിന് വേണ്ട പവർ തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ മസിൽ പവർ റീഗെയിൻ ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി അവര് ഒരു 3-4 മാസം ചെയ്യുമ്പോഴേക്കും അവർക്ക് അവരെ ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 30-40 വയസ്സുകാരനെ പോലെ അവർക്ക് ആ റീഗെയിൻ ചെയ്ത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. മസിൽ പവർ അവർ കിട്ടുന്നുണ്ട്. നേരത്തെ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു നടക്കാനും ഇരിക്കാനും ചലിക്കാനും. ആ സമയത്ത് കുറെ ടയർഡായി പോകുന്നുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഈ സമയത്ത് മെക്സോന് വന്ന് ഇത്തരം വ്യായാമങ്ങൾ ചെയ്തതിനു ശേഷം അവര് വളരെ ഒരു പ്രയാസം ഇല്ലാതെ നടക്കാനും ഇരിക്കാനും ചലിക്കാനും ഒക്കെ അവർക്ക് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട്. അവർ മസിൽ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ. ഇപ്പൊ നമ്മൾക്ക് മസില് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഹൃദയത്തിന് ആരോഗ്യം വേണല്ലോ. അപ്പൊ കാർഡിയാക് എക്സസൈസ് സ്വാഭാവികമായിട്ട് ആവശ്യമാണ്. ഇപ്പൊ ജമ്പിങ് ജാക്സ് ആണ് കാർഡിയാക് എക്സസൈസ് ആയിട്ട് പറയുന്നത്. അത് എത്ര 1 മിനിറ്റോ 2 മിനിറ്റോ എന്തോ ആണ് ചെയ്യുന്നത്, ആകെ 21 മിനിറ്റിലാണല്ലോ. പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് 20 മിനിറ്റ് നമ്മൾ ഒരേ സ്പീഡിൽ നടക്കുക വാക്ക് ചെയ്യുക, അങ്ങനെ 20 മിനിറ്റ് നമ്മൾ ചെയ്യുന്ന സാധനത്തെയല്ലേ നമ്മൾ കാർഡിയാക് ഒരു എയ്റോബിക് എക്സസൈസ് ആയിട്ട് കൂട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ഈ ക്യാപ്സ്യൂൾ സാധനം എങ്ങനെയാ ആ റിസൾട്ട് ഉണ്ടാക്കുന്നത്? എങ്ങനെയാ എന്താ അതില് ചെയ്യുന്നത്? വ്യത്യാസം എന്താ അതില്? ഇതിനകത്ത് നമ്മൾ 1 മിനിറ്റ് ചെയ്യുന്നുള്ളൂ ജമ്പിങ് ജാക്സ്. പക്ഷെ ആ 1 മിനിറ്റിനകത്ത് 60 അല്ലെങ്കിൽ 60ഓളം ജമ്പിങ് ചെയ്യുന്നുണ്ട്. ഇനി പ്രായമുള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ടെന്ന് നമ്മൾ പറയുന്നത്. പ്രായമുള്ളവർക്ക് ജമ്പിങ് ജാക്സ് ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ആണ് ജമ്പിങ് ജാക്സ്. എല്ലാ പ്രായക്കാരും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രായമുള്ളവർ കൈ പൊക്കി താത്തിയാൽ മതി. ശേഷം നമ്മൾ 2
എക്സസൈസ് സിസ്റ്റമാണ് നമ്മൾ മെക്സാനിൽ ഹൈ ഇന്റൻസീവ് എയറോബിക് സിസ്റ്റം വരുന്നത്. ഒന്ന് ജമ്പിങ് ജാക്സ് വരുന്നത്, അതേപോലെ തന്നെ ടോ ജമ്പ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് കൂടെ ടോ ജമ്പ്. ഇത് രണ്ടും കാർഡിയാക് സിസ്റ്റത്തെ ബലപ്പെടുത്താനും കൂടുതലായിട്ട് രക്തധമനിയിലേക്ക് നമ്മൾ ഹൃദയ ധമനിയിലേക്ക് എന്താണ് ഓക്സിജനും രക്തം പ്രവഹിപ്പിക്കുന്ന രണ്ട് എയറോബിക് എക്സസൈസുകളാണ്. ഒന്ന് ജമ്പിങ് ജാക്സും ടോ ജമ്പും. ടോ ജമ്പ് നമ്മൾ 20 മിനിറ്റെങ്കിലും ചെയ്താലല്ലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ? അത് എന്നാ ഞാൻ ചോദിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇതിലെ ടോട്ടൽ നമ്മൾ മൊത്തം ഈ എക്സസൈസ് എല്ലാം കൂടി നമുക്ക് ചെയ്യുമ്പോൾ ഇൻക്ലൂഡിങ് ബാക്കിയും കൂടി ചെയ്യുമ്പോൾ 25 മിനിറ്റ് വരുന്നുണ്ട്. ആ ഒരു 25 മിനിറ്റ് നമ്മൾ ഒരാഴ്ചയിൽ കണ്ടിന്യൂ ചെയ്യാൻ അത് സഫിഷ്യന്റ് ആണ്. അവർക്ക് അവരുടെ ആരോഗ്യപരമായിട്ട് എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഈ ഒരു വ്യായാമ രീതി തന്നെ അവർക്ക് സുഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ ഈ ഒരു എക്സസൈസിന്റെ ഞാൻ ഇത്തരം സംശയങ്ങൾ ചോദിക്കണം എന്താ അറിയോ? ഇപ്പൊ നിങ്ങൾ വലിയൊരു വിഭാഗം ആളുകളെ നിങ്ങളുടെ കീഴിൽ കൊണ്ടുവന്നു, വലിയ നല്ല കാര്യം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കൂട്ടായ്മകളാണ്. പക്ഷെ നിങ്ങൾ അശാസ്ത്രീയത അതിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നതിന്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഉദാഹരണത്തിന് ഇപ്പൊ വയറിലെ പിന്നെ എന്താ ഫാറ്റ് പോകുന്നതിനെ കുറിച്ച് അറക്കൽ ബാവ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പൊ വയറ് ഒഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഫാറ്റ് പോകുന്നു പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാ അത് പോകുന്നത്? അതായത് പിന്നെ ഇതില് നേരത്തെ നിങ്ങൾ മസിലിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ഈ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴും ടോ ജമ്പ് അതിലൊരു 21 മിനിറ്റ് എക്സസൈസിന്റെ ഒരു ഡെമോ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. കണ്ടോ? ആ വീഡിയോ നിങ്ങൾ അതേപോലെ ഒരു പ്രാവശ്യം അതിൽ പറയുന്ന അത്രയും കൗണ്ട് നിങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ മസിലുകളൊന്ന് സ്വയം തൊട്ടു നോക്കുക. നമ്മളൊരു ഭാരം ഉപയോഗിച്ച് എങ്ങനെയാണോ നിങ്ങൾ മസിലുകളെ ശക്തിപ്പെടുത്തുന്നത്, അത്ര വന്നില്ലെങ്കിലും മസിൽ ഉറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പതിയെ പതിയെ ഇതൊരു ഹാബിറ്റ്. ഇപ്പോ ടോ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൾ എങ്ങനെ ചുരുട്ടി വിട്ട് ടോ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കാലിന്റെ മസിൽ ആ 125 പ്രാവശ്യം ടോ ജമ്പ്, രണ്ടാമത്തെ എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞല്ലോ, അത് ചെയ്യുന്ന സമയത്ത് കാലുകളെ മസിലുകളൊന്ന് തൊട്ട് നോക്കിയാൽ അത് കല്ലുപോലെ ആയിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ഉയരത്തിൽ ഇങ്ങനെ ടോല് മാത്രം ജമ്പ് ചെയ്യാം. അതോടൊപ്പം വിരലുകളെ പൂർണ്ണമായും തുറന്ന് അടയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീപ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് പറയുന്നുണ്ട്. സൈഡിലേക്ക് കൈകളെ പൂർണ്ണമായും വലിക്കുക. അപ്പൊ ഏതൊരു വളർത്തുമൃഗം പോലും രാവിലെ ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യും, നമ്മൾ കാണുന്നതാണ്. മനുഷ്യർക്ക് അങ്ങനത്തെ ഹാബിറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഈ ജോയിന്റുകളൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യാനും മസിലുകളൊന്ന് വലിക്കാനും സൈഡിലുള്ള മസിലുകൾ ഒരു പക്ഷെ നടന്നാൽ പോലും ചലനം എത്താത്ത എല്ലാ ഭാഗത്തേക്കും, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ചലനങ്ങൾ എത്തിച്ച് ശരീരത്തിലേക്ക് പുതിയൊരു ഓക്സിജൻ പ്രവാഹം ഉണ്ടാക്കി അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഓവറോളിൽ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ ഈ അക്യുപ്രഷർ പോയിന്റ് ഉപയോഗിച്ച് കൈയുടെ വയറിന്റെ കൊഴുപ്പുള്ള ഭാഗം ശരിക്കും അവരോട് നെക്കി പിഴിയാൻ പറയുന്നതിന്. അപ്പൊ അതിന്റെ ഒരു പ്രയോജനം നമ്മൾ പിന്നെ ഏതെങ്കിലും മെഡിക്കൽ ജേർണലിലോ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഡോക്ടേഴ്സിന് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവാം. പക്ഷെ ഓവറോൾ അതിന്റെ റിസൾട്ട്, ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഓരോ റിസൾട്ടും ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്ന് എന്റേതായിട്ടുള്ള ലെവലിൽ ഒരു ചെറുതായിട്ടൊന്ന് പഠനം നടത്തി ഒന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ് എന്നൊന്ന് പഠിച്ചതിന് ശേഷമാണ് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് മെറ്റബോളിസം വർദ്ധിക്കാനും പിന്നെ ഈ കൊഴുപ്പ് ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടുകയും അവിടെ ഒരു ചലനം വരികയും അവിടെ അതിനെ ഒന്ന് നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, അതുവരെ വയറിനുള്ള എക്സസൈസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെൻഡിങ് എക്സസൈസ് മുഴുവൻ വയറിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നോർമലായിട്ട് വയറ് കുറയുന്നതിന് വേണ്ടിയിട്ട് യോഗയിലും മറ്റ് ട്രഡീഷണലൊക്കെ ആയി ഉപയോഗിക്കുന്ന കിടന്നുകൊണ്ട് കാലിങ്ങനെ പൊക്കി താഴ്ത്തുന്ന എക്സസൈസ് പോലെ തന്നെയാണ് സ്റ്റാൻഡിങ് പുഷിൽ നമ്മൾ പൂർണ്ണമായും ബെൻഡ് ചെയ്ത് വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നത്. അപ്പൊ ഓവറോൾ ഉള്ള ആ ഒരു ഫോഴ്സും പ്രഷറും കൊടുക്കുന്നതിനും ആ മസിലുകളേക്ക് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് അവിടെ നമ്മൾ അതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ സിമ്പിളായിട്ട് ആ സ്റ്റൊമക്ക് വൈബ്രേഷൻ എന്നിട്ട് 1 മിനിറ്റുള്ള ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി പിന്നെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് മലബന്ധം പോലുള്ള അസിഡിറ്റി പോലുള്ള ഗ്യാസ്ട്രിക് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഉത്തമ പരിഹാരമാണെന്നും ആ മസിലുകളും ബ്ലഡ് സർക്കുലേഷനും കൂടാനും സഹായിക്കുന്നുണ്ട് എന്ന് പല പഠനങ്ങളും അതിൽ പിന്നെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒപ്പീനിയൻസ് കാണാൻ സാധിച്ചു. അപ്പൊ അതേ സമയത്ത് ചില വ്യക്തികൾ അവർക്ക് ഇതിൽ കിട്ടിയ റിസൾട്ട് അവർ പറയുകയുണ്ടായി. അതായത് ഫീഡ്ബാക്കിൽ ഈവൻ നമ്മുടെ MLA പോലും ഇതിൽ പിന്നെ എക്സസൈസ് സ്ഥിരമായി ചെയ്യാറുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈസിനെസ്, ഇരിക്കാനുള്ള കഴിവ് കൂടിയത്. അപ്പോ പിന്നെ ഒരുപാട് മരുന്ന് കുടിച്ചിരുന്ന ആളുകൾ, എസ്പെഷ്യലി ഇതിൽ പെട്ടെന്ന് കൺട്രോൾ ആവുന്ന ഒരു കാര്യമാണ് ഡയബറ്റിക്. അതായത് ഷുഗർ ലെവൽ വലിയ ലെവലിലുള്ളത് പെട്ടെന്ന് തന്നെ അത് കുറയാൻ കാരണമാവേണ്ടത്. പിന്നെ നമുക്കറിയാലോ
എൻഡോഫിനും ഡോപ്പമിനും ഓക്സിറ്റോസിനും സിറോട്ടിനും അതേപോലെ തന്നെ ഇൻസുലിന്റെ ഒക്കെ പ്രൊഡക്ഷൻ ഈ വ്യായാമത്തോടു കൂടി ശരീരചലനം വരുന്നതോടുകൂടി നന്നായി ഒന്ന് വേർക്കുന്നതോടു കൂടിയിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ നമ്മളെ സ്കിന്നിന്റെ അടിയിൽ കൂടിയിട്ടുള്ള ടോക്സിനൊക്കെ നന്നായി വേർക്കുമ്പം അത് പുറത്തു പോകുന്നുണ്ട്. പിന്നെ ഒരു ഡൈജഷൻ സിസ്റ്റം. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും രാവിലെ നിങ്ങൾ വരുന്നതിന് മുമ്പ് 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരണം. നിങ്ങൾക്ക് വേണ്ട കലോറി ഒരു 2000 ഞങ്ങളൊക്കെ ഏജിൽ അതാണല്ലോ ഒരു കലോറി വേണ്ടത്. അപ്പൊ ഈ ഒരു കലോറിക്ക് അടിസ്ഥാനമായിട്ട് ഭക്ഷണത്തിൽ നിങ്ങൾ തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കുകയോ ഡയറ്റീഷ്യനെ കൊണ്ട് ഒരു ചാർട്ട് ഉണ്ടാക്കിക്കുകയോ ചെയ്യുക നിങ്ങളുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച്. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ ഇപ്പൊ ഈ മലബാർ ഏരിയയിലൊക്കെ വലിയൊരു പ്രശ്നം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ നോൺ വെജ് കഴിക്കുക എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ അധികമായി വരുന്ന കലോറി അങ്ങനെ നിങ്ങൾക്ക് ഒരു സമയം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സമയം ഭക്ഷണം നിയന്ത്രിക്കുക. പിന്നെ കഴിയുന്നത് ഒരു 6 മണിക്കോ 7 മണിക്കോ ഡിന്നർ കഴിക്കുക. ഇങ്ങനെ കുറച്ച് ഹാബിറ്റ് കൂടെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓവറോളായി വരുമ്പോൾ എക്സസീവ് ഫുഡ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ആ ഒരു ആലസ്യവും അവർക്ക് മാറാൻ അങ്ങനെ തന്നെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ചെറിയ എക്സസൈസ് പിന്നെ സോഷ്യലൈസേഷൻ. 30 വയസ്സ് ഇപ്പോ ഒരു ഡോക്ടേഴ്സ് ഡോണ്ട് നോ നത്തിങ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പിന്നെ എന്തായാലും ഞാൻ ഒരു അദ്ദേഹത്തിന്റെ ഒരു നാഥ് ഒഡീസക്കാരനായ ഡോക്ടറാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മളെ ഈ സോഷ്യലൈസേഷനിൽ ഈ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ മാനസികമായിട്ട് നന്നായി നമുക്ക് ടെൻഷൻ വരാനും മനുഷ്യന് പെട്ടെന്ന് തന്നെ മാനസികമായി തകർന്നു പോകാൻ. അതാണ് അത്ര റിട്ടയർമെന്റിന് ശേഷം നല്ല പ്രസരിപ്പോടെ ഇരുന്ന ആള് 1-2 വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് പ്രായമായി പോയതുപോലെ രോഗിയായി പോയതുപോലെയൊക്കെ തോന്നുന്നത്. അപ്പൊ ആ ഒരു സാമൂഹികമായ ഒറ്റപ്പെടൽ. പിന്നെ അദ്ദേഹം ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ബ്രീത്തിങ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ പ്രവാഹം ഉണ്ടാകും. ഇനിയിപ്പോ ഡോക്ടേഴ്സ് ഈവൻ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേജർ സർജറി കഴിഞ്ഞ ആള് പോലും ആ ഇരിക്കുന്ന കിടക്കുന്ന പൊസിഷനിൽ കുറച്ച് സമയമെങ്കിലും നന്നായി ബ്രീത്തിങ് ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും തന്നെ അതൊരു ക്യൂറിങ് എഫക്ട്, അതായത് ക്യൂറിങ് ഡേയ്സ് പീരീഡ് റിക്കവറി പീരീഡ് കുറക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന്. പിന്നെ മാക്സിമം കേസ് ഞങ്ങൾ പറയുന്നത് ഇതിന് ഒരു അവകാശവാദം ഞങ്ങൾ പറയുന്നില്ല. എക്സസൈസ് ഹാബിച്വൽ ആക്കുക, നിങ്ങളുടെ ജീവിത രീതിയുടെ ഭാഗമാക്കുക എന്ന് പറയുന്ന കൂട്ടത്തിൽ ഫീഡ്ബാക്സ് അനുഭവസ്ഥരുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഇന്ന് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, 21 ദിവസത്തിന് ശേഷം നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ഫീഡ്ബാക്സ് വന്നത് നിങ്ങൾ അതിൽ പറയുമ്പോൾ അത് കേൾക്കുന്ന നിങ്ങളെ വിശ്വാസമുള്ള ഒരു വലയം ഉണ്ടാവുമല്ലോ, അവരാണ് അത് പ്രചരിപ്പിക്കുന്നതും ആ ഫീഡ്ബാക്സുകളാണ് മെക്സവനെ ഇങ്ങനെ എല്ലാവരും ഏറ്റെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. അപ്പൊ ഈ പറഞ്ഞ എല്ലാ റിസൾട്ടുകളും ഇതിൽ പലർക്കും പല രീതിയിലാണ് വരുന്നത്. ഇപ്പോ വ്യായാമം വളരെ ആവശ്യമുള്ള സാധനമാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയ മഹത്തായ പ്രവൃത്തിയാണ്. പക്ഷെ വ്യായാമം കൊണ്ട് ശരിക്കും റിസൾട്ടും ഉണ്ടാവും. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളൊക്കെ കുറച്ച് വ്യായാമം ചെയ്യേണ്ട ആവശ്യമാണ്, കൺട്രോളിലാവൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പല അവകാശവാദങ്ങൾ ശരിയല്ല. കാരണം അതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. ശാസ്ത്രീയം ഇപ്പൊ വയറില് ഒഴിഞ്ഞാല് പിന്നെ ഫാറ്റ് പോകുന്നുള്ളതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല, അങ്ങനെ പോവില്ല. അത് ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഈ വ്യായാമ രീതി നല്ലതാണ്, ഇതൊക്കെയാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല, ശരിക്കും ഇല്ല. റൊട്ടേറ്റിംഗ് എക്സസൈസിനെ പറ്റി പറഞ്ഞേ, റൊട്ടേറ്റിംഗ് സാധനങ്ങള് അതൊക്കെ നമ്മള് എക്സസൈസിൽ ഒരു വാമപ്പ് ആണല്ലോ. അപ്പൊ അതിൽ നിന്നൊന്നും ഈ പറയുന്ന വലിയ റിസൾട്ട്, അങ്ങനത്തെ റിസൾട്ട് ഓറിയന്റഡ് അല്ല അത്. പിന്നെ ഇതിനൊന്നും ശാസ്ത്രീയമായ പഠനത്തിന്റെ ഒരു അടിത്തറയില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം, നിങ്ങൾ ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഒരു പിന്നെ ഒരു നല്ലൊരു ഇത് കളയല്ലേ ശരിക്കും ചെയ്യുന്നത്. അല്ല, ഇതിലെ അശാസ്ത്രീയത ഈ റിസൾട്ട് ഇപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ പിന്നെ സ്റ്റൊമക്ക് ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഡിഫറെന്റ് ആളുകളുടെ ഡിഫറെന്റ് ഒപ്പീനിയൻ വരും. അത് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അത് ഒന്നിൽ നമ്മള് അങ്ങനെ സെർച്ച് ചെയ്യാൻ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കണ്ടേ? ഡോക്ടേഴ്സ് വിദ്യാഭ്യാസമുള്ളവരുടെയോ അവകാശവാദം ഒന്നും സഹായിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചിലർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾ അതുകൊണ്ട് ചെയ്താൽ പൂർണ്ണമായി മാറും, നിങ്ങൾ വരൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സഹായിക്കും. അതായത് അപ്പൊ ഈ ആളുകൾക്ക് ഇതിനൊരു പ്രചോദനമാണ്. ഈ എക്സസൈസ് കൊണ്ട് ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. വ്യായാമം ഭയങ്കര നല്ലതാണ്. ഈ വ്യായാമം കൊണ്ടൊക്കെ പലതരം റിസൾട്ടുകളുണ്ട്. ആളുകൾ നേരത്തെ പറഞ്ഞ ഡോപ്പാമിൻ, അത് ശരിയായിരിക്കും, നമ്മൾ ഹാപ്പി ആവും, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും വ്യായാമം ചെയ്യുമ്പോൾ, അത് ശരിയാണ്. പക്ഷെ ഇൻസുലിൻ കുറയും, അല്ലെങ്കിൽ ഈ ഡയബറ്റീസ് കുറയും, ഫാറ്റ് കുറയ്ക്കാൻ പറ്റും, അത്തരം അവകാശവാദങ്ങൾ ശരിക്കും ശരിയല്ല, അങ്ങനെയില്ല.
അത് പക്ഷെ ആളുകൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുക, അതായത് ഇപ്പോ 350 400 ഒക്കെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഷുഗർ കൺട്രോളിലേക്ക് വരാൻ സഹായിച്ചത് ഈ വ്യായാമം അല്ലാതെ മറ്റൊന്നും അവർ ചെയ്യുന്നില്ല. അവർക്ക് വരാൻ സഹായിച്ചിട്ടുള്ള നൂറുകണക്കിന്, നിങ്ങൾ ഇതിന്റെ മെക്സവന്റ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഇത് എന്ത് ശാസ്ത്രീയ അടിത്തറ വെച്ചാൽ നമ്മളിത് പറയാ? നമ്മളിപ്പോ ഒരാൾ വന്ന് പറയുന്നു എന്റെ ഷുഗർ കുറഞ്ഞു എന്നല്ലാതെ നമുക്ക് ഇതിന് സയന്റിഫിക് ഒരു ഇതുണ്ടോ? ഇല്ലല്ലോ. അതിലെ റിസൾട്ട് ആണ്, അതായത് മെഡിക്കൽ റിസൾട്ട് മാത്രമേ അല്ല, അതിന് നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞല്ലോ. 2000 കാലറിയിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്ന് പറയില്ല. അപ്പൊ ആ ഡയറ്റിൽ റിസൾട്ട് ഉണ്ടാവുമായിരിക്കും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യും, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അതെ, ഇത് എവറിത്തിങ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ പറയും നിങ്ങൾ ഭക്ഷണം എക്സസീവ് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എക്സസീവ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാം. ഉച്ചയ്ക്ക് നന്നായിട്ട് ഹെവി ഫുഡ് കഴിച്ചിട്ട് രാത്രി കഴിക്കരുത്. അത്തരം ടിപ്പുകൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ പുതിയ ആൾ ജോയിൻ ചെയ്യുമ്പോൾ അവരെ ഫസ്റ്റ് തന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അവർക്ക് ഒരു പക്ഷേ എന്താണ് ഷുഗർ ലെവൽ 210 250 ആവുന്നു. വീണ്ടും ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ 21 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പക്ഷേ നോർമൽ ഷുഗർ ലെവൽ കുറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കുറയുന്നത്? അവർക്ക് എത്രയോ വർഷങ്ങളായി ഒരു പക്ഷേ 250 300 ഷുഗർ ലെവൽ നിൽക്കുന്ന ആളാണ് പിന്നീട് ഇവിടെ നിന്ന് വ്യായാമം ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ കുറയാൻ കാരണം. എന്തുകൊണ്ട് ഷുഗർ ലെവൽ കുറയുന്നു? ഇവിടെ ഇപ്പൊ മെഡിക്കൽ എന്താണ് എക്സ്പീരിയൻസ് മെഡിക്കലി അവർ തെളിയിച്ചെടുത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാഫ് മസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാഫ് മസിലിന് ഇമ്പാക്ട് കൊടുത്ത് നമ്മൾ ഒരു വ്യായാമം കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാഫ് മസിലിന് നമ്മുടെ രക്തത്തിനകത്തുള്ള എന്താണ് ഇൻസുലിനൊക്കെ എന്ത് ചെയ്യും, അത് അബ്സർവ് ചെയ്തിട്ട് അത് നന്നായിട്ട് എന്താണ് ഷുഗർ ലെവലിനെ കുറക്കാൻ സാധ്യമാണെന്ന് തെളിവുകൾ വന്നിട്ടുണ്ട്. എന്ത് പഠനത്തിൽ അത് പറയുന്ന? ആരുടെ അത്? ഏത് ഡോക്ടറുടെ പഠനം അത്? കാഫ് മസിൽസ് എന്താണ് കാലിനകത്തുള്ള കാഫ് മസിൽ നമ്മൾ ജമ്പിങ് ജാക്സ് നമ്മള് മെയിൻ ആയിട്ട് മെക്സാൻ വരുന്നത് എന്തുകൊണ്ട് ഷുഗർ കുറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്യുന്നത്, ജമ്പിങ് ജാക്സ് നമ്മുടെ മെയിൻ ആയിട്ട് കാഫ് മസിൽസ് നല്ല ഇമ്പാക്ട് കിട്ടുന്നല്ലേ. ഓരോ ജമ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ആ മസിൽസ് നന്നായി അതിനകത്ത് നിന്ന് ബ്ലഡ് സർക്കുലേഷൻ നന്നായി പോകുന്നു. എന്താ മുകളിലോട്ട് ഹെഡാണ് കാഫ് മസിൽ ഈക്വൽ ടു പറഞ്ഞാൽ ഒരു ഹെഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുന്നത് അത് അതിന്റെ പൾസ് അതിന്റെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഓരോ സമയം ഇത് ജമ്പ് ചെയ്യുന്ന സമയത്ത് അത് കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട്. അതേ കണക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ടോ ജമ്പ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമ്മൾ കാലിന്റെ കാഫ് മസിൽ നന്നായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഈ മസിൽസിന് നന്നായിട്ട് ഒരു വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് ശരീരത്തിനകത്തുനിന്ന് ഷുഗർ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിപ്പോ ഇവിടെ റീസെന്റ് 2 വർഷം മുമ്പാണ് ആ റിസൾട്ട് എന്താണ് മെഡിക്കൽ വന്നിട്ടുള്ളത്. മാഡം ചെക്ക് ചെയ്താൽ കിട്ടാൻ പറ്റും. ആ റിസൾട്ട് ആൾറെഡി വന്നിട്ടുണ്ട്. ഇത്തരം ഒരു വ്യായാമം ചെയ്യുക അങ്ങനെ എത്രയോ റിസൾട്ട് ആൾറെഡി ഡോക്ടേഴ്സിനെ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ഈ മസിൽ സിസ്റ്റത്തിന് ഇത്രയും ഉണ്ട്. സെൻഡ് ചെയ്യണേ. അപ്പൊ ഞാൻ പറയുന്ന നിങ്ങളെ കുറിച്ച് ഭയങ്കര തീവ്രവാദ ആരോപണവും ഇതെന്തോ രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ NIA അന്വേഷണത്തിന് വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ആശങ്ക തോന്നിയ കാര്യം അതല്ല. നിങ്ങളുടെ ഈ അവകാശവാദങ്ങളിലൂടെ നിങ്ങൾ ഇത്രയും നല്ലൊരു ഗ്രൂപ്പിനെ കയ്യിൽ കിട്ടിയിട്ട് അവരെ ഭയങ്കര സയന്റിഫിക് വേയിലൂടെ അല്ലാതെ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണ് എനിക്ക് ശരിക്കും തോന്നി. അല്ലാതെ നിങ്ങൾ ഇവിടെ തീവ്രവാദ കേന്ദ്രം നടന്നോ അവിടെ പരിശീലനം അതെനിക്ക് തോന്നിയില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നി. കാരണം ഈ വയറിലെ ഇത് അലിക്കും. അതുപോലെ പിന്നെ അറക്കൽ ബാവയുടെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, അതിൽ ഇൻസുലിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അങ്ങനത്തെ പഠനങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും റീച്ച് കിട്ടുന്ന നിങ്ങൾ ഇത് പറയുമ്പോഴേ അതിൽ പ്രശ്നമില്ലേ ശരിക്കും? അപ്പൊ എന്റെ ഒരു ആശങ്ക ശരിക്കും അതായിരുന്നു, അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ എല്ലാവർക്കും ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നു അല്ല. ഇൻസുലിൻ കുറഞ്ഞു, അതായത് ഇൻസുലിന്റെ അളവ് കുറഞ്ഞ് അതവർക്ക് ഷുഗർ ലെവൽ കൺട്രോളിലായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾ ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ പ്രവാഹം ഉണ്ടാവുകയും ഡെഡായി കിടക്കുന്ന, അതായത് ചലനം എത്താതെ പ്രായം ആകുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാവും. ചെറിയ പ്രായത്തിൽ നമ്മൾ ഓടും ചാടി കളിച്ച് എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും നമുക്ക് വഴങ്ങുമായിരുന്നു. ഇപ്പൊ ഒരു പക്ഷെ പിന്നോട്ട് കൈ ശരിക്കും കൊണ്ടുപോകാനോ നന്നായി ഒന്ന് ബെൻഡ് ആവാനോ അന്ന് ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് ഈ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് നമ്മൾ ഈ എക്സസൈസ് നന്നായി ചെയ്യുകയും നന്നായി ബ്രീത്തിങ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ഓക്സിജൻ പ്രവാഹം ഉണ്ടാവുകയും അതുവഴി സെല്ലുകളിലേക്കൊക്കെ അതിന്റെ ആ ഒരു ഇമ്പാക്ട് എഫക്റ്റ് എത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൽ നിന്ന് തന്നെ ഇത്തരം ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും കേസുകൾ ഇത്രയും കുറഞ്ഞ സമയത്ത് ഇതേ ജീവിത രീതി, ഇപ്പൊ ഞങ്ങൾ ഡയറ്റ് പ്ലാൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നെങ്കിലും
1% ആളുകളെങ്കിലും അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. കാരണം വലിയൊരു ക്രൗഡാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബിരിയാണി മുന്നിൽ വന്നാൽ തൽക്കാലം ഇത് മറക്കാം, ഇന്ന് ഇത് കഴിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ അതിന്റെ അടിസ്ഥാനം ഇതുകൂടെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു പോസിറ്റീവായി ഇത്രയും ആയിരക്കണക്കിന് ഫീഡ്ബാക്കുകൾ വരുമ്പോൾ അത് അനുഭവസ്ഥരത് വിവരിക്കുമ്പോൾ ആ കാര്യം ജനങ്ങളുടെ അറിവിലേക്കായിട്ടാണ് പങ്കുവെക്കുന്നത്. പിന്നെ ഏത് ജേണൽ, എന്ത് ജേണൽ, എവിടെയൊക്കെ എന്നുള്ളത് ഞാൻ എവിടെ നിന്നൊക്കെയാണ് സെർച്ച് ചെയ്ത് ഞാൻ ആ റിസൾട്ട് എടുത്തത് അത് ഞാൻ ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. അത് ഡിഫറെന്റ് അമേരിക്കയിലെയും UK-യിലെയും മറ്റു പല സ്ഥലങ്ങളിലുള്ള പിന്നെ ഓരോരോ ഡോക്ടേഴ്സിന്റെയും ഇതേപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും റിപ്പോർട്ടുകളാണ്. പിന്നെ ഏതൊരു മെഡിക്കൽ റിപ്പോർട്ട്, ഈവൻ നമ്മളിപ്പോ ചെയ്യുന്ന ഷുഗറിന്റെ ടെസ്റ്റിന് പോലും രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ക്രിയാറ്റിൻ ലെവലിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നവരുണ്ട്. പിന്നെ ചിലര് പറയുന്നുണ്ട്, ഞാന് ഒരു നമ്മുടെ ഒരു ട്രെയിനറുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ട്രെയിനറുടെ ഹസ്ബൻഡ് അവര് പറഞ്ഞു, ഞാൻ ഒരു എക്സസൈസിനും പോകുന്നില്ല, ഞാൻ ടോട്ടൽ ഫുഡ് കൺട്രോളാണ്. അതായത് എനിക്ക് ഡിഫറെന്റ് ഫുഡ്, എന്റെ ശരീരത്തിന് ഏതൊക്കെ ഭാഗത്തിന് എന്തൊക്കെ ഭക്ഷണം വേണം എന്ന ഒരു ഡയറ്റ് പ്ലാൻ എനിക്കുണ്ട്. ആ ഡയറ്റ് പ്ലാൻ അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് മുഖത്തെ ചുളിവ് മാറാൻ, ശരീരത്തിന്റെ മസിൽ ഉണ്ടാവാൻ, ഗെയിൻ ചെയ്യാൻ, ഞാൻ ആദ്യം ജിമ്മിന് എക്സസൈസിനൊക്കെ പോയിരുന്ന ആളാണ്, എനിക്ക് നിങ്ങളുടെ എക്സസൈസ് ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് ഒപ്പീനിയനാണ്. നിങ്ങൾ എങ്ങനെയാ ഡയറ്റ് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? പാവപ്പെട്ട ഡയറ്റ് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഡയറ്റ് എത്ര ശതമാനം, വ്യായാമം എത്ര ശതമാനം, നിങ്ങൾ എങ്ങനെയാ അതിനെ കാണുന്നത്? ഞങ്ങൾ കാണുന്നത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യണം. നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ വെള്ളത്തിന്റെ അളവ് ഒരു കണക്കുണ്ട്. ഒരു 20 കിലോ ശരീര വൈറ്റിന് 1 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതാ ശാസ്ത്രീയമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നിങ്ങളെ ശരീരത്തിന്, അത് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊരു ഡയറ്റീഷ്യനെ, ഡോക്ടറെ കണ്ടിട്ട് നിർദ്ദേശം. ഈ എക്സസൈസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട്, എന്തെങ്കിലും ജോയിന്റ് പെയിനും കാര്യമൊക്കെ അനുഭവിക്കുന്നവരോട് നിങ്ങൾ മാറും മാക്സിമിലേക്ക് വരൂ എന്നല്ല പറയുന്നത്. നിങ്ങൾ ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത എക്സസൈസുകൾ ചെയ്യുക. കാലിന്റെ മടമ്പ് ഈ ജമ്പിങ് ജാക്സോ ടോ ജമ്പോ ചെയ്യുമ്പോൾ നിലത്ത് ടച്ച് ചെയ്യരുത്, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ പറയുന്നത്. ഡിസ്ക് ബൾജ് പോലുള്ള പ്രശ്നമുള്ളവർ നിങ്ങൾ ബെൻഡ് ആവരുത്. പിന്നീട് നിങ്ങൾക്ക് ശരീരത്തിന് ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇതില് ആളുകൾ പാലിക്കാത്ത ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാർ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, 15 to 20 മിനിറ്റ് നേരത്തെ നിങ്ങൾ എത്തി നടക്കണം. നന്നായി നടന്ന ശരീരത്തെ ഒന്ന് വാമപ്പ് ചെയ്യണം. ഇനി അതിനും പറ്റിയിട്ടില്ല, കുറച്ച് സിറ്റപ്പ് എങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഫിറ്റ് ആക്കണം എന്ന് പറയുന്നുണ്ട്. അതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു 45 മിനിറ്റ് എക്സസൈസിന് വേണം. 15 മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും കാർഡിയാക് എക്സസൈസ് ആണ്. അത് കഴിഞ്ഞിട്ട് 20 ഇത് ചെയ്യുമ്പോൾ ഇനഫ് ആണ്. അത് ഇനഫാണ്. പക്ഷെ അതിന് ആളുകൾ എന്താ ചെയ്യാന്നറിയോ, ഇത് ഒരു ഇപ്പൊ ഒരു ട്രെയിനർക്ക് കീഴിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഫ്രണ്ട്സിനെ കിട്ടിയ ഫ്രണ്ട്സിന്റെ സ്പീഡ് കൂടിയവന്റെ കൂടെ അല്ലല്ലോ പോവുക, കുറഞ്ഞവന്റെ സ്പീഡിലേക്ക് മറ്റു വരികയാണല്ലോ ചെയ്യുക ഓബിയസ്ലി. അപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഇത് മടുക്കും. പിന്നെ ഈ എക്സസൈസ് ഒരു ലീഡർക്ക് കീഴിലല്ലാതെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അത് നിർത്താതിരിക്കാനുള്ള. അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ജമ്പിങ് ജാക്സിന്റെ വിസിൽ അടിക്കുന്ന സമയത്ത് ഓടി വന്ന് ലൈനിൽ നിൽക്കും. അതുവരെ വരൂല, വീട്ടിൽ നിന്ന് ഇറങ്ങൂല. ഈ 20 മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് പോലും നടക്കാൻ ആള് തയ്യാറല്ല. ഇനി വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉണ്ടെങ്കിലും സ്കൂട്ടിയോ ബൈക്കോ എടുത്തിട്ടാ വരിക. അത് നടന്നു വരൂല, നടന്നു പോവില്ല. ട്രെയിനർമാരെ എങ്ങനെയാ ചൂസ് ചെയ്യുന്നത്? ട്രെയിനർമാരെ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? അതായത് സെൽഫ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരും, അതായത് എനിക്കിത് പഠിക്കണം, ശരിയായിട്ട് പഠിക്കണം. ഇപ്പൊ ഇതിൽ വരുന്നതിൽ ഇനി ഒരു കാര്യം കൂടി പറയാം. ഒരു 40% ആളുകളും എല്ലാ പൊസിഷനും കറക്റ്റ് ചെയ്തല്ല ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഗ്യാതറിങ്ങിൽ അവരെ ഒരു മൂവ്മെന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോ കൈയൊക്കെ ശരിക്കും ഇങ്ങനെ ചെവിയിൽ മസിൽ തട്ടുന്ന രീതിയിൽ സാറ് പറഞ്ഞ പോലെ മസിൽ ശക്തിയാണെങ്കിൽ അതിന്റെ അവർ സ്ട്രെച്ചിങ് കറക്റ്റ് വരണം. നമ്മൾ വെയിറ്റ് ഉപയോഗിച്ചല്ലെങ്കിലും സെൽഫ് കൗണ്ടർ വെയിറ്റ് എന്ന രീതിയിലാണ് കൈയിനൊക്കെ ഇറക്കി കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ചിലരെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യൂല. കൈ പൊക്ക്, പിന്നെ 3 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്യണം, ഒരു 6 സെക്കൻഡിൽ മെല്ലെ താഴ്ത്തി കൊണ്ടുവരണം. അത്രയും സമയം ബ്രീത്ത് ചെയ്യും തുടക്കമായോണ്ട്. പക്ഷെ അതൊരു പിന്നെ എല്ലാവർക്കും വ്യായാമം ചെയ്യാനുള്ള ഒരു ബേസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു അടിസ്ഥാനമാണ്. ഇനി ഇവിടുന്ന് ജിമ്മിലേക്കോ എവിടെയും പോയിട്ട് സാറിനടുത്ത് ഞാനൊരു കാര്യം, എന്തൊക്കെയാണ് ഇപ്പൊ സാറ് പറഞ്ഞു സലഫി വിശ്വാസിയാണെന്ന് പറഞ്ഞു, നിങ്ങള് പിന്നെ സുന്നിയാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ നിങ്ങൾ ഭയങ്കര എന്തൊക്കെയോ ഇത് ഹൈജാക്ക് ചെയ്യുന്ന ആളുകള് എന്തോ NIA അന്വേഷണം എന്നൊക്കെ, അത് കേട്ടപ്പോ എന്താ തോന്നിയേ? ആദ്യം എന്ത് തോന്നി?
കാരണം മെക്സവന് അത്തരം ആരോപണങ്ങൾക്ക് നമുക്ക് ഒരു പ്രയാസമില്ല. കാരണം മെക്സവൻ തന്നെ തുറന്ന ബുക്കാന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് യാതൊരു ഒളിച്ചു കളത്തിലുമില്ല. എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ ജാതി മതസ്ഥരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ദേശത്തുള്ള, അവരുടെ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് അത് നയിക്കുന്നത്. അപ്പം ഏത് ഗ്രാമത്തിലാണ് മെക്സവൻ തുടങ്ങുന്നത്, ആ ഗ്രാമത്തിലുള്ള അവരുടെ കൂട്ടായ്മ ചെയ്യുന്നല്ല, ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല ചെയ്യുന്നത്. അപ്പൊ ആ ഗ്രാമത്തിൽ വരുന്ന ആളുകൾക്ക് അവരെ തിരിച്ചറിയാം. അങ്ങനെ അപ്പൊ ഇത് എന്തെങ്കിലും ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലേ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. എന്താണെന്ന് ഞങ്ങൾ അവിടെ പറയട്ടെ, ഇതില് ഞങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ആരാണെന്ന് പോലും ഈ വിവാദം വന്നാലേ ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളെ ഇതിൽ ഇത്രയും പാർട്ടിക്കാരുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നത് ചാനലുകാർ വന്ന് ചോദിക്കുമ്പോഴാണ്. ആഷിഫ് അലി ഇത് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. കാരണം അങ്ങനെയുള്ള ഒരു ചിന്തക്കപ്പുറത്തേക്ക് ഇപ്പോ സ്വന്തം നാട്ടില് ഒരു സംഭവം തുടങ്ങുമ്പോൾ ആ നാട്ടുകാർ മാത്രമാണ് അവിടെ വരുന്നത്, പുറത്തുനിന്ന് ആരും വരുന്നില്ല. അപ്പൊ ഈ വരുന്ന ആൾ ഏതാണ് പാർട്ടി? ഇപ്പോ ഞാൻ പെരുവള്ളൂരിൽ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞാൻ, ശിവാനന്ദൻ, ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേര്, സുരേഷ്, ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ചെയ്തിയിലെല്ലാ മതവും ജാതിയും ഉണ്ട്. ഇവരൊക്കെ രാഷ്ട്രീയമുണ്ട്, ഇവർക്കൊക്കെ ശക്തമായ വിവിധ ഒപ്പോസിറ്റ് പാർട്ടികളാണ്. അപ്പൊ ഈ പാർട്ടികളൊക്കെ ആയിട്ടും ഞങ്ങൾ അതിനെപ്പറ്റി അല്ല ചിന്തിച്ചത്. നമുക്ക് എല്ലാവർക്കും ഒരു വ്യായാമം എന്നാണല്ലോ ചിന്തിച്ചത്. പിന്നെ അവിടെ വരുന്നവരെ ഞങ്ങൾക്കറിയാം. പെരുവള്ളൂരിൽ ഈ യൂണിറ്റിൽ എക്സസൈസ് ചെയ്യാൻ വരുന്ന 100 പേര് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ശരിക്കറിയാം. അതേപോലെ എല്ലാ സെൻട്രലും ആ നാട്ടുകാരും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ യൂണിറ്റ് ആരാണോ, അവിടെ കോർഡിനേറ്റർക്ക് പേരുണ്ട്. ആ കോർഡിനേറ്ററോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകളെ ഫുൾ ഡീറ്റെയിൽ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഈ ആളുകള് പിന്നെ ഇതിന് ശേഷം ഒക്കെ ഒന്ന് അതിന്റെ വീഡിയോ, എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അവർ തന്നെ ഇങ്ങനെ ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ഓപ്പൺ മൈതാനിയിൽ, തുറന്ന സ്ഥലത്ത് വഴിയിൽ പോകുന്നവനും കയറുന്നവനും ഒക്കെ വന്ന് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിൽ ആരൊക്കെയാണെന്ന് അറിയാതെ അവിടെ മറ്റൊരാശയോ ആദർശമോ ബുദ്ധിയുള്ളവൻ പറയില്ലല്ലോ ഏതായാലും. പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് പിന്നെ മനുഷ്യത്വം അല്ലെങ്കിൽ സ്നേഹം, ഇത് നമ്മൾ എങ്ങനെയാണ് ഇനി തിരിച്ചു പിടിക്കാൻ വേറൊരു മാർഗം? അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മളെ സൊസൈറ്റിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, ജാതി ചോദിക്കാതെ, മതം ചോദിക്കാതെ, രാഷ്ട്രീയം ചോദിക്കാതെ ഒരുമിച്ച് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുകയും പോവുകയും ചെയ്യുക. അതിൽ ആരെങ്കിലും ഒരു സുഹൃത്തിന്റെ ഒരു ബർത്ത്ഡേ ഉണ്ട്, ഒരു സുഹൃത്തിന്റെ ഒരു വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, അദ്ദേഹം വന്ന് ഒരു കേക്കും ചായയും കൊടുക്കുക, ഒരു കോഴിമുട്ടയും ചായയും കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഒരു അവര് കൂടി ജീവിതത്തിൽ ആളുകള് ഭയങ്കര രസമാണ്. അതെ, സ്മാർട്ട് ഫോൺ വന്നപ്പോഴേ ആളുകള് 10ാം ക്ലാസ്സിന്റെ അലുമിനി ഗ്രൂപ്പ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അതേപോലെ പെട്ടെന്ന് ആളുകളെ അങ്ങ് ഹാപ്പി ആക്കുന്ന ഒരു കൂട്ടായ്മയായി മാറിയില്ലേ? ചെറിയ ചെറിയ യാത്രകൾ നടത്തുക, കല്യാണത്തിന് വലിയൊരു കാര്യം. ഇത് യാത്ര എന്നത് നിർബന്ധമല്ല, ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗം. ചിലപ്പോ അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ കുറച്ചു കാലമായിട്ടേ, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കരമായ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മനുഷ്യർ തമ്മിലുള്ള അകൽച്ച വെറുപ്പൊക്കെ ഭയങ്കര കൂടുതലായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ തൊട്ടടുത്ത് ഉള്ള 2 ആളുകളാണെങ്കിലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നവര് ജസ്റ്റ് ഒന്ന് ഹായ് പറയല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ബന്ധമൊക്കെ ചെറുതായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓരോ പ്രദേശത്തുള്ള ആളുകളൊക്കെ എത്രയും സന്തോഷവാന്മാരാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ തന്നെ അവര് ആ പഴയ ബാല്യകാലത്തെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒത്തുചേരുന്നു, സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ഒരു വലിയ രീതിയിൽ യു-ടേൺ അവർക്ക് അവരുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ഗുണം തന്നെയാണ് മെക്സവന്റെ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിരിക്കുന്നത്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പിന്നെ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കില്ലേ? പൊതുവെ ഉള്ള ആളുകളെക്കാളും കുറച്ച് വലിഞ്ഞു മുറുകിയിരിക്കുന്ന അവസ്ഥയല്ലല്ലോ. അപ്പൊ അവര് കുറച്ചും കൂടെ അല്ലേ? ഇപ്പൊ സലാം പറയുന്നതിനെ പറ്റിയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച് കണ്ടു. അപ്പൊ എനിക്ക് തോന്നുന്നു ജിമ്മിലൊക്കെ ആണെങ്കിലും ആളുകൾ കുറച്ച് ഹാപ്പി ആയിട്ടല്ലേ മറ്റുള്ളവരെ വെൽക്കം ചെയ്യുക, എപ്പോഴും ഹായ് പറയും, ഒന്ന് ഹഗ് ചെയ്യാനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ സലാം അതൊക്കെ തന്നെ പ്രതീകാത്മകമായിട്ട്, അതായത് മനുഷ്യര് പലപ്പോഴും നമുക്കറിയാം നാട്ടില് ഇപ്പോ പിണറായി വിജയനാകാം, VD സതീശനാവാം, അല്ലെങ്കിൽ മറ്റ് നേതാക്കളാവാം, സുരേന്ദ്രനാവാം, ഇവരൊക്കെ നേതാക്കളാണ്. പക്ഷെ ഇവരെ നേരിട്ടോ അല്ലെ ഇവർക്ക് അറിയാത്തയോ എത്രയോ അനുഭാവികൾ കേരളത്തിലോ ഇന്ത്യയിലോ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇവര് തെറ്റി നിൽക്കുന്നത് ഒരു പക്ഷേ ഈ നേതാക്കൾക്ക് വേണ്ടിയായിരിക്കാം. അല്ല, പക്ഷെ നേതാക്കന്മാര് തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നിങ്ങളെല്ലാ വിശ്വാസവും ആദർശവും നിലനിർത്തി നമുക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാം, നിങ്ങൾ സ്നേഹത്തോടെ നിൽക്കൂ. അപ്പൊ ഏതും എന്റെ സഹോദരനാണ്, അവന്റെ ആദർശം വ്യത്യാസമുണ്ട്, അവൻ അവന്റെ ആദർശത്തെ പ്രദർശിച്ചോട്ടെ. പക്ഷെ നമുക്കൊരു സൗഹാർദ്ദം വേണ്ടേ? കാരണം നമുക്ക് രാജ്യം തന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ് നമ്മൾ വിവിധ പാർട്ടി, ഇല്ലെങ്കിൽ ഒരു പാർട്ടി, ഒരു ജനാധിപത്യം, ഒരു രാഷ്ട്രം നടക്കുന്ന സ്ഥലങ്ങളും ഉണ്ടല്ലോ ലോകത്ത്. നമ്മൾ നാനാജ്യത്തിൽ ഏതിട്ടാണ്. പിന്നെ
വിഷമിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് കൾച്ചറുകളല്ലേ നമ്മളെ നാട്ടില്. ചില സംസ്കാരങ്ങളിലെ സ്ത്രീകൾ വളരെ കൺസർവേറ്റീവ് ആയിരിക്കും, ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഇത് മെക്സവൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഒരു ലിറ്റർ വെള്ളത്തോടു കൂടി. ഈ വെള്ളം നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പാത്രങ്ങളിൽ ഒഴിക്കുന്നോ ആ ഷേപ്പിലേക്ക് വരും. അപ്പൊ ഏത് മതക്കാർ, ഏത് ജാതിക്കാർ, ഏത് രാഷ്ട്രീയക്കാർ, ഏത് ഗ്രാമത്തിൽ കൂടുതലുണ്ടോ സ്വാഭാവികമായിട്ടും മെക്സവനിൽ അവര് കൂടുതൽ ഉണ്ടാവും. അത് ഏത് കക്ഷിയാവാം. അല്ല, അതിപ്പോ മലപ്പുറത്ത് ഒരു എന്ത് കൂട്ടായ്മ വന്നാലും അത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും മുസ്ലിങ്ങളല്ലേ കൂടുതലുണ്ടാവും. നമുക്ക് അടുത്തുള്ളവർ ഇപ്പൊ നമ്മള് പഴുതി വീണാലും ഓടി വരുന്ന ഒരു കൂടുതൽ മുസ്ലിങ്ങളായിരിക്കില്ലേ? അത് അവരുടെ ചുറ്റും താമസിക്കുന്നുണ്ടല്ലേ, അത് സ്വാഭാവികം. കോഴിക്കോട് ജില്ലയിലെ ചില യൂണിറ്റുകളിൽ കൂടുതലുണ്ട്, ചില യൂണിറ്റുകളിൽ കമ്മ്യൂണിറ്റി കൂടുതലുണ്ട്. അങ്ങനെ ഇനിയിപ്പോ പാലക്കാട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജിതേഷ് മുസ്ലിങ്ങളില് ഒരു കൂട്ടായ്മയിൽ കൂടുതൽ ഉണ്ടെന്ന് വെച്ച് നമുക്ക് അത് വെച്ചിട്ടൊന്നും ഒന്നും അസസ് ചെയ്യാനോ അങ്ങനെ ബ്രാൻഡ് ചെയ്യാനോ പാടില്ല. വേറെ ഒരു കാര്യം കൂടി പറയാം. 2023 ഒക്ടോബറിൽ തന്നെ ഞങ്ങൾ ഇതിന്റെ വളർച്ച തിരിച്ചറിഞ്ഞിരുന്നു. 36 യൂണിറ്റ് ആയെങ്കിലും കൂടിയിട്ട് ഇതിനിപ്പോ ഓരോ യൂണിറ്റ് 10-20 നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് ഇത് വളരുന്നു എന്നുള്ളത്? എങ്ങനെ മനസ്സിലായത്? 2023 ഒക്ടോബർ, ഒരു വർഷം ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചൊരു വർഷത്തിന്റെ ഉള്ളിൽ ഉടനെ ആ നവംബർ 21 നവകേരള സദസ്സിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ച് കത്ത് തന്നിരുന്നു ജില്ലാ കളക്ടർ. അത് പ്രകാരം ഞാൻ മെക്സവനെ പ്രതിനിധീകരിച്ച് പോവുകയും ഒരു ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട്, അതായത് നമ്മളെ സബ്മിഷൻ ആണല്ലോ, നമ്മൾ കൊടുത്തു. എന്താ കൊടുത്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, ഇതിനോടകം ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതശൈലി രോഗത്തിന് ബെനിഫിറ്റ് കിട്ടിയതിന് പുറമെ ഒരു നല്ല കൂട്ടായ്മ, എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് വന്ന് ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്തു പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിനെ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കി സ്കൂളുകളിലും മറ്റിടത്തൊക്കെ നടപ്പിലാക്കുമ്പോൾ ആളുകളിൽ ഒരു ഡിസിപ്ലിൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വ്യായാമം ചെയ്യുന്ന ആളെ മുഖത്തൊരു പോസിറ്റീവ് എനർജിയും ഒരു ഡിസിപ്ലിനും അയാൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. അതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഒക്കെ സ്കൂളുകളിൽ കൊടുക്കാൻ കാരണമല്ലോ. അപ്പോൾ ഇത് നടപ്പിലാക്കണം എന്നൊരു അപേക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മെക്സവന് വേണ്ടിയിട്ട് പോയിട്ട്. അതിന് റിപ്ലൈ വന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ട് കൊടുത്തതാണത്. പക്ഷെ അതിന് റിപ്ലൈ വന്നില്ല. കാരണം കുറെ കാര്യങ്ങൾ പിന്നെ കോൺട്രവേഴ്സീസ് പലതും ഉണ്ടാവാം. ഞാൻ അതിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. പിന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴാണല്ലോ മനസ്സിലായിണ്ടാവുക, ഈ വിവാദങ്ങൾ വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ വ്യായാമത്തിന്റെ ആവശ്യകത ആള് മനസ്സിലാക്കി. അപ്പൊ ഗവൺമെന്റിന് ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞൊരു കാര്യം ഇന്നലെ VK ശ്രീകണ്ഠൻ സാർ ആയിരുന്നു MP പാലക്കാട് 25 യൂണിറ്റ് പാലക്കാട് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തു. നന്നായി. ആ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു സാർ, ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഞങ്ങൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുമായിട്ട് ഞങ്ങൾ വരാം, എന്നിട്ട് ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ അങ്ങ് പാർലമെന്റിൽ ഒന്ന് പറയണം. കാരണം ഞങ്ങൾക്കും ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാം, ഒരു നാട്ടിലൊരു നന്മ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ പലരും ചോദിച്ചു, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് മാത്രം ചെയ്താൽ പോരെന്നൊക്കെ ചോദിച്ചവരോട് പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. ഓപ്പൺ മൈതാനിയിൽ ഓപ്പൺ ആയിട്ട് ചെയ്ത കാര്യമാണ്. എല്ലാ അന്വേഷണത്തെയും ആദ്യം സ്വാഗതം ചെയ്തത് മെക്സവനാണ്. ഞങ്ങൾക്കില്ലാത്ത പേടി നാട്ടുകാർക്ക് വേണ്ട. ഇതുവരെ ഹലോ ഹായ് പോലും പറയാത്ത, ഞങ്ങളോട് എന്തെങ്കിലും ഒരു സ്നേഹത്തോടെ പറയാത്ത ആളുകളൊക്കെ ഈ നെഗറ്റീവ് റിപ്പോർട്ട്സ് ഫുള്ള് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതിശക്തമായ ഒരു ഭരണ സംവിധാനം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടല്ലോ. ഈ ഇന്റലിജൻസ് സംവിധാനം ഏതായാലും 2 സ്റ്റേറ്റിലും ശക്തിയാണ്. ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ തന്നെ ഇന്റലിജൻസ് എന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് സംഭവം എന്ന്. രഹസ്യമായും പരസ്യമായിട്ടും ഇന്റലിജൻസ് ഓഫീസേഴ്സ് സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലേക്ക് അത് കടന്നു വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ NIA വരുന്നത് നോർത്ത് നിന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടോ? ആദ്യം കേട്ടപ്പോ ഞെട്ടിപ്പോയോ? ഞങ്ങൾക്ക് പിന്നെ ഒരു പഴയ ഡയലോഗ് ഉണ്ടല്ലോ, മടിയിൽ കനമുള്ളവനല്ല വഴിയിൽ പേടിയുള്ളൂ. ഇത് ഓപ്പൺ ആണ്, ഓപ്പൺ ബുക്കാണ്. ജനങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് അങ്ങനെ അന്വേഷണം പക്ഷെ മെനക്കെടാണെന്ന് തോന്നിയില്ലേ? നമ്മള് വെറുതെ ഇതിനൊക്കെ ഉത്തരം അങ്ങനെ തോന്നിയോ? ഇല്ല. അത് ആളുകളെ സംശയം ദൂരീകരിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം. പിന്നെ ആളുകളിലേക്ക് റീച്ച് ആയില്ലേ, കുറച്ചുകൂടെ ആളുകളിൽ എല്ലാവരിലേക്കും എത്തി, അറിയാത്തവരും കൂടെ അറിഞ്ഞു. പിന്നെ ചിലര് എന്നോട് തുടക്കത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ, ഇദ്ദേഹത്തിന് ഒരു ബിസിനസ് കാഴ്ചപ്പാടില്ല. ഒരു 100 രൂപ എങ്ങാനും വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തിന് മാസം ഒരു 4-5 കോടി രൂപ. ഈ ബ്രാൻഡഡ് ടീഷർട്ട് ഒക്കെ ആരാ ഇറക്കുന്നേ? അതെവിടുന്നാണ്? അതാത് യൂണിറ്റുകളാണ്. അവർ ഓർഡർ ചെയ്ത് യൂണിറ്റുകൾ വാങ്ങിക്കുന്നതാണ്. ഇതില്
പിന്നെ ഇദ്ദേഹത്തിന് ആദ്യം ഫ്രീ ആയിട്ട് അദ്ദേഹത്തോട് ഞാൻ ആദ്യം തന്നെ ചോദിച്ചു. കാരണം ഞാനും അദ്ദേഹമായിട്ട് പരിചയപ്പെട്ട 2022-ലാണല്ലോ. ഞാൻ ചോദിച്ചല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം, ഇതിന് എന്തെങ്കിലും ഫീസ് എന്തെങ്കിലും നിങ്ങൾക്ക് തരേണ്ടി വരുമോ? എന്നോട് ഞാൻ ഇത് രാജ്യത്തിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് പ്രചരിപ്പിക്കാം, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സൗജന്യം എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ ഹിന്ദിയിലെ ഒരു ചെല്ല് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്, ജീവൻ മിൽന ഭാഗ്യ കി ബാത്, മൃത്യു ഹോന സമയ കി ബാത്, മൃത്യു കി ബാദ് മേ ഭി ലോഗോ കാ ജീവിത് മേ രഹന കരം കി ബാത്. അതായത് ജീവൻ കിട്ടുക എന്നത് ഭാഗ്യമാണ്, മരണം അത് സമയത്ത് സംഭവിക്കും. പക്ഷെ മരണശേഷവും ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുക എന്നത് നമ്മുടെ കർമ്മമാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ പിന്നെ ഇത് തലമുറ നിൽക്കും, ലോകാവസാനം വരെ ഈ സംഭവം നടക്കും. ഇനി ഇത് കൾച്ചറായി മാറും, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇത് നടപ്പിൽ വരും. ഇത് മെക്സവൻ ആണോ, അല്ലെങ്കിൽ ഇത് മെക്സവന്റെ ഈ രീതി പ്രചോദനം ഉൾക്കൊണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ജനങ്ങൾ എക്സസൈസ് ചെയ്യല്ലോ. 1% ആളുകൾ, 0.5% ഇപ്പൊ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ മെക്സവനിലുള്ളത്. അത് 1% ആയിട്ടുണ്ടെങ്കിൽ, അത് 10% ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നമുക്കിപ്പോ റിസർവേഷന് വേണ്ടി ബുക്ക് ചെയ്യണ്ട. പിന്നെ പലരും പല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ മെഡിക്കൽ ലോബിയാണ്, ഇതിന്റെ പിന്നിൽ മറ്റു പല ആയുർവേദ ആസ്പത്രികൾ നടത്തുന്നവരാണ്. ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഡോക്ടർമാരല്ലേ എക്സസൈസ് ചെയ്യണം, മെക്സവനിൽ പോയിക്കോളി എന്ന് റെക്കമെൻഡ് ചെയ്ത് വിടുന്നത്. അവർ മരുന്ന് കുറിച്ച് കൊടുക്കും, പറയും ഈ മരുന്നിന്റെ ഡോസ് ഞാൻ കൂട്ടിത്തരാം, നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടേണ്ടി വരും. ഇവനുണ്ട് എക്സസൈസ് ചെയ്യുന്ന, അടുത്ത പ്രാവശ്യം ഡോസ് കൂട്ടി മേടിക്കുകയാണ് ഈ ആളുകൾ. അപ്പൊ ഇവർ പിന്നെ ഏത് ഹോസ്പിറ്റലിലാണ് തിരക്കില്ലാത്തത്? എല്ലാ ഹോസ്പിറ്റലിലും ഫുള്ളല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് 5 സ്റ്റാർ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂട്ടുകയോ ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം കൂട്ടുകയല്ല, മറിച്ച് ഒരു ആരോഗ്യ സംസ്കാരമാണ്. അത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയേ പറ്റൂ. ഞാൻ കേട്ടതാണ്, എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. ചില വിദേശ രാജ്യങ്ങളിൽ പാർക്കുകളിലൊക്കെ ഇങ്ങനെ ഓരോ ട്രെയിനർമാർ വന്ന് ചെയ്തു പോകും, ഗ്രൂപ്പായിട്ട് വരും. അടുത്ത പ്രാവശ്യം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല പിന്നെ പാർക്കുകളിലും അല്ല, ഇവിടെ ഉണ്ട് അങ്ങനെ ചിലതൊക്കെ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളുടെ അവിടെ നമ്മൾ എന്ത് ഒഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ ഒരു കെട്ടിടം പണിയല്ലേ ചെയ്യുക. ഇവിടെ പക്ഷെ നിർബന്ധമാണ്, ഇത്ര വീടുകൾ കഴിയുമ്പോൾ അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം, പാർക്ക് വേണം. അതിൽ കമ്മ്യൂണിറ്റി സെന്ററും ജിമ്മൊക്കെ ഉണ്ടാവും. ചിലതൊക്കെ പെയ്ഡ് ആയിട്ടും ഉണ്ട്, അല്ലാതെ ഉണ്ട്. വെറുതെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ പൈസ കൊടുത്ത് ട്രെയിനർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് ആളുകളുടെ, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു ആരോഗ്യ സംസ്കാരം വേണം, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട്. പിന്നെ സ്കൂളിൽ പഠിത്തം മാത്രമല്ല, ഇതും ഒരു പാഠ്യപദ്ധതിയായിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു പീരീഡ് നിർബന്ധമായിട്ട് അതിന് പിന്നെ ഞങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ സെൻട്രൽ ഗവൺമെന്റോ അല്ലെ പിന്നെ അന്തർദേശീയ പിന്നെ എന്താ പറയാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അവാർഡ് തന്നാൽ അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. അതെന്ത് ഡോക്ടറേറ്റാ? അതായത് അത് നമ്മുടെ ഈ ചെയ്ത ഫിലന്ത്രോപ്പിക് വർക്ക്, ഇപ്പൊ ഈ ചെയ്ത ഒരു റെവല്യൂഷൻ മെക്സവൻ ബേസിൽ തന്നെയാണ്. അപ്പൊ അത് പ്രകാരമാണ് സെറാബ്രൂക്ക് യൂണിവേഴ്സിറ്റിയുടെ, അത് ദുബായിൽ വെച്ചിട്ടാണ് അവർ അവാർഡ് ചെയ്തത്, ഓണററി ഡോക്ടറേറ്റ് ആണത്. ഇനി ഇതിന്റെ ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. 2 പ്രൊഫസേഴ്സ് ഇതിൽ PhD എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുണ്ടാക്കിയ സോഷ്യലൈസേഷൻ. ആ റിസൾട്ട് വരുമ്പോ നമുക്കറിയാം ഇതിന്റെ സയന്റിഫിക് റിസൾട്ട് എന്താണ്. അതാണ് ആദ്യമായിട്ട് ഇതിന്റെ പഠനം ശരിക്കും വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പിന്നെ US പോകാനുള്ള ഒരു പരിപാടിയുണ്ട്. അവിടെ പിന്നെ ഈ കാര്യങ്ങളും പേപ്പർ റിപ്പോർട്ടൊക്കെ സമർപ്പിക്കണം, കേന്ദ്രത്തിനും ഇത് സമർപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഓവറോൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇതാണ്, മഹത്തായ ഒരു സന്ദേശം. നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങോ കോഴ്സുകളോ ചെയ്തിട്ടുണ്ടോ? പട്ടാളത്തിന്റെ എക്സ്പീരിയൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതുപോലെ ചെയ്തോ? ഇങ്ങനെ എന്തെങ്കിലും സർവീസിലിരിക്കുന്ന സമയത്ത് ഞാൻ യോഗ അവിടുന്ന് സർവീസിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്. ഇനി സലാദ് സാർ, ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു, അതൊന്ന് ചുരുക്കി എന്താണ് ഭാവി പരിപാടികൾ? ഒരു 5 വർഷം കഴിയുമ്പോ മെക്സവനെ എന്തായിട്ടാ കാണുന്നത്? മെക്സവൻ ഇപ്പോ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ പദ്ധതി, ജനങ്ങളാണ് ഇപ്പൊ അതിന്റെ പ്രചാരകർ. അത് തീർച്ചയായിട്ടും ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ എത്രയോ മറ്റ് വിദേശ രാജ്യങ്ങളിലെ ആളുകൾ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ കേരളത്തിൽ പഠിച്ചു പോയ ആളുകളാണ് ചെയ്യുന്നത്. അപ്പൊ അവിടേക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലെ ആളുകളൊക്കെ ഉണ്ട്, അവിടെ ജോലി ചെയ്യാൻ വരുന്നവരൊക്കെ അതിൽ പങ്കാളികളാണ്. അപ്പൊ അതങ്ങനെ നാടുകളിലൊക്കെ പല വിദേശ രാജ്യങ്ങളിലൊക്കെ അതിന്റെ ആളുകൾ പോകുന്നു, പഠിക്കുന്നു. അങ്ങനെ മെക്സവൻ എന്നുള്ളത് ഒരു വലിയ വ്യായാമ രീതിയായിട്ട് ലോകം ഒട്ടുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വലിയ വ്യായാമ പദ്ധതിയായി മാറുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അപ്പോ ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു ആരോഗ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലാഭേച്ഛ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ന് റിസൾട്ട് ഒന്നും വേണ്ട,
എന്തെങ്കിലും അവാർഡോ സമ്മാനങ്ങളോ ആദരിക്കുന്നതൊക്കെ മതിയെന്ന് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെയൊക്കെ കിട്ടട്ടെ, ആളുകള് സന്തോഷം എന്താണെന്നറിയാം, അംഗീകരിക്കപ്പെടട്ടെ. അത് സന്തോഷം എന്താണെന്ന് വെച്ചാല് ലോക ജനതയ്ക്ക് ഇപ്പൊ നമ്മൾ ഭാരതം യോഗ നമ്മളെ രാജ്യത്തിൻ്റെതാണ്, ആയുർവേദം നമ്മളെ രാജ്യത്തിൻ്റെതാണല്ലോ. അതേപോലെ മെക്സവൻ എന്ന് കേൾക്കുമ്പം ആദ്യം ഭാരതത്തെയും പിന്നെ നമ്മളെ കൊച്ചു കേരളത്തെയും പിന്നെ കൊണ്ടോട്ടിയൊക്കെ ഓർമ്മ വരികയാണെങ്കിൽ അതൊരു വലിയ കിട്ടലല്ല. ലോകത്ത് ആരും ഇത് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷമായുള്ള ഒരു സംഭവമായിട്ട് ലോകം ഏറ്റെടുക്കട്ടെ. യാതൊരു സാമ്പത്തിക നേട്ടമോ ലാഭേച്ഛയോ ഇല്ലാതെ ലോക ജനതക്കായിട്ട് ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാൻ. അതാണ് ഞങ്ങളെ ലക്ഷ്യം. ആളുകള് കൂടി വരുമ്പോ ഈ പറഞ്ഞ പോലെ മനുഷ്യ സ്നേഹവും ആളുകൾ തമ്മിലുള്ള സ്പർദ്ധയൊക്കെ കുറയും. കാണുമ്പോ ഒന്ന് ഹായ് പറയാനും ചിരിക്കാനോ കെട്ടിപ്പിടിക്കാനോ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാനോ ഒക്കെ എല്ലാവർക്കും പറ്റട്ടെ അല്ലേ? അല്ലാതെ കാണുമ്പോൾ മുഖം തിരിച്ചിരിക്കുന്ന ഇടവഴികളിലൂടെ ഒക്കെ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് തല തിരിച്ച് കാണാത്ത പോലെ പോകുന്നതിന് പകരം തീരെ മിണ്ടാത്ത ആളുകളാണെങ്കിലും തൊട്ടടുത്ത ഗ്രൗണ്ടിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ ഒന്നിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളിത് ഈ മെക്സൺ നിൽക്കുന്നത് ഇപ്പൊ പാലക്കാട് വരെ എത്തിയിട്ടുള്ളൂ. ഇനി ഇത് അങ്ങോട്ട് സ്പ്രെഡ് ആകുമ്പോൾ നമുക്ക് കാണാം തൃശ്ശൂര്, എറണാകുളം, അങ്ങോട്ട് കൊല്ലം, നമുക്കൊരു പ്രത്യേക കേരളത്തിൽ നമുക്ക് എസ്പെഷ്യലി കാണാൻ പറ്റും. നമുക്ക് വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ഒരുപാടുണ്ട്. ഒരു പക്ഷെ മലബാർ ഏരിയയിൽ ഒരു പക്ഷെ കുറവായിരിക്കും, ആ ഭാഗങ്ങളിലൊക്കെ ഒരു പക്ഷെ വൃദ്ധസദനങ്ങളുണ്ട്. ഇനി ഇത്തരം ഒരു വ്യായാമ പദ്ധതി നാട്ടൊട്ടുക്ക് ആളുകൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന സമയത്ത് ഈ ഒരു വൃദ്ധസദനങ്ങളുടെ ആവശ്യം നമ്മുടെ നാടുകൾ വരില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആളുകൾ ഹെൽത്തി ആയിരിക്കുന്നാണോ? ഹാപ്പി ഹെൽത്തി ആയിരിക്കും. അതെ അതെ, അവർ ഹാപ്പി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. കാരണം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തരായിരിക്കും. അവർ വയസ്സെത്രയാവട്ടെ, 80, 90, 100 ആവട്ടെ, പക്ഷെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തി ലഭിക്കുന്ന സമയത്ത് വൃദ്ധസദനങ്ങൾ ആരും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ. അപ്പൊ നമ്മൾ ആരോഗ്യമായിരിക്കുക, നമുക്ക് ചലിക്കാനിരിക്കാനുള്ള കഴിവ് നമ്മൾ സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ പ്രായം ഏറിയാൽ പോലും അത് നമ്മുടെ റീഗെയിൻ ചെയ്യുക. അവർക്ക് നടക്കാനിരിക്കാനുള്ള പവർ അവർ ഏത് വയസ്സിലാവട്ടെ എൻട്രി ചെയ്യുന്നത്, 60 വയസ്സിലാവട്ടെ, 70 വയസ്സിലാവട്ടെ, 80 ആവശ്യം മെക്സൻ അവരെ പൂർണ്ണമായിട്ടും റീബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അത് സത്യമാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും ഏത് സെന്ററിൽ പോയി അന്വേഷിച്ചാലും അവിടെ പ്രായമേറിയ ആളുകളൊക്കെ പറയാം അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം. പിന്നെ എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളുടെ അത്ര വിവരമില്ല, പക്ഷെ എനിക്ക് തോന്നുന്ന വയസ്സാവുന്ന ആളുകൾക്ക് മസിലാണ് ഏറ്റവും പ്രധാനം. നല്ലല്ലേ ഒന്ന് നടന്നു പോകാൻ ഒരു സാധനം എടുക്കാനേ പറ്റൂ. അപ്പോ മസിൽ സ്ട്രെങ്ത്തിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എക്സസൈസുകൾ മുന്നോട്ട് പോട്ടെ. കോൺഫിഡൻസ് കൊടുക്കാൻ നമുക്ക് ഉറപ്പാണ് അവർക്ക് മസിൽ പവർ റീഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് 50 കിലോ പൊക്കന്റെ ആവശ്യമില്ല, പക്ഷെ മെക്സാമിൽ അവരുടെ മസിൽ സിസ്റ്റം നന്നായിട്ട് സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട്. ഈ എക്സസൈസുകളൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മസിലുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മസിലിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട് ഓരോ എക്സസൈസും. ഈ 10 ബ്രീത്തിങ് സെക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കാണാം, എല്ലാം മസിൽ സിസ്റ്റത്തെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശരീരത്തിനകത്തുള്ള മസിൽ സിസ്റ്റത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓരോ ഭാഗത്തേക്ക് നമ്മൾ ശരീരത്തെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുമ്പോഴും ആ ഭാഗത്തുള്ള മസിൽ സിസ്റ്റത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ലളിതമായി ചെയ്യുന്ന ആൾ പോലും അറിയപ്പെടാതെ തന്നെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഈ വ്യായാമത്തിന്റെ ഏറ്റവും വലിയ ഫലപ്രാപ്തിന് 1750 പരം ബോഡി മൂവ്മെന്റ്സ് ഈ 21 മിനിറ്റിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന ആൾ പോലും അറിയുന്നില്ല. അതാണ് അതിന്റെ ഗുണം. ചെയ്യുന്ന ആൾ പോലും അറിയാതെ 21 മിനിറ്റിനകത്ത് 1750 പരം ബോഡി മൂവ്മെന്റ്സ് കിട്ടുന്നുണ്ട്. ഇത് ഇവരൊക്കെ തന്നെ റീജുവിനേറ്റ് യുവർ ബോഡി ആൻഡ് മൈൻഡ് എന്നാണ് നമ്മുടെ അർത്ഥവാക്യം. നമ്മുടെ മോട്ടോ അതാണ്, റീജുവിനേഷൻ. ആളുകളോട് പറയുന്നത് 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരിക്കുക, 100 നോട്ട് ഔട്ട്, അതായത് 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരിക്കുക, ആരോഗ്യമുള്ളവരായിരിക്കുക, നമുക്ക് കുടുംബത്തിനോ സമൂഹത്തിനോ ഭാരമാവാതിരിക്കുക. അപ്പോ ആരും നമുക്ക് പ്രായമുള്ളവർ ഭാരമാവുന്ന മാനസിക പ്രശ്നങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസിൽ അത് സെറ്റ് ആവുന്നു. അതോടൊപ്പം ബോഡി കൺട്രോളിലാവുന്നു. ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റിയൊരു പരിസ്ഥിതി വരുമ്പോൾ വീട്ടില് മറ്റുള്ളവർക്ക് സഹായമായിട്ടായിരിക്കും പ്രായമുള്ളവർ ഉണ്ടാവുക, നിൽക്കുക, ഭാരമാവാതെ. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്. അപ്പൊ ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ 6 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ളവർക്ക് ചെയ്യാം. 100 നോട്ട് ഔട്ട് ആണ്. 100 വയസ്സായാലും ആരോഗ്യത്തോടെ ഇരിക്കുക, രോഗമില്ലാത്തവരായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു ചെറിയ ചിന്തകളും അപ്പൊ എനിക്ക് കുറെ ജീവിക്കേണ്ടതാണ്, പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട്. അതാണ് ബെനിഫിറ്റ്. നിങ്ങളുടെ ഐഡിയ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ, അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം മനുഷ്യരുടെ ആരോഗ്യം വളരെ ആവശ്യമുള്ളതാണെന്നും അത് ഡെയിലി ചെയ്യേണ്ടതാണ്. ഒരു കൂട്ടായ്മ, ഒരു മനുഷ്യരുടെ തമ്മിലുള്ള സ്നേഹം, സൗഹൃദം, പിന്നെ 5 വയസ്സ് ചെലവില്ലാതെ വ്യായാമം, ഇതൊക്കെ ഐഡിയ ഒക്കെ ഭയങ്കര നല്ലത് തന്നെയാണ്. അപ്പൊ കുറച്ചും കൂടെ ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും. വീണ്ടും കാനഡയിൽ നിങ്ങൾ തുടങ്ങണമെന്നും കൂടി പറയുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളതൊന്ന് സ്വയം ചെയ്യുകയും പിന്നീട് നിങ്ങളെ സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്താൽ
അതിന്റെ ബെനിഫിറ്റ് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എക്സസൈസിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ തുടങ്ങുന്നില്ല. കാരണം എനിക്ക് ഇതില് ഈ മസിൽ സ്ട്രെങ്ത് ആവശ്യമുള്ളതുണ്ട്. അങ്ങനെ എനിക്ക് 2-3 സാധനങ്ങളിൽ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാനത്, പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോഴേക്കും എനിക്കും കൂടെ അത് കൺവിൻസിങ് ആവട്ടെ ഇതിന്റെ. പക്ഷേ ഇത് എപ്പോ നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് അനാലിസിസ് ചെയ്യുക, ഏതെങ്കിലും സെന്റർ പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അനാലിസിസ് ചെയ്യുക. അപ്പോൾ ആളുകളുടെ റിസൾട്ട് എനിക്കറിയാം, ആളുകൾ ഹാപ്പി ആയിട്ടൊക്കെ പറയും. പക്ഷെ ഞാൻ കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും എവിഡൻസ് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ 2 പേര് റിസർച്ച് ചെയ്യുന്നു, അവരുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ നമുക്കത് ഭയങ്കര അങ്ങനെ ഒരു സാധനം വേണം എന്നുള്ള അങ്ങനെ കരുതുന്ന ആളാണ്. ഇപ്പൊ നമുക്കിപ്പോ പലതും അവകാശപ്പെടാം, അങ്ങനെയല്ലല്ലോ. അതിനൊരു നമുക്കൊരു ഡോക്യുമെന്റ് എടുത്ത് കാണിക്കാൻ വേണം. അപ്പൊ അത് റിസർച്ച് ചെയ്യുന്ന ആളുകൾ റിസർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് ആവും. ഇപ്പൊ ഞാൻ ചോദിച്ച പോലെ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം എടുത്ത് കാണിക്കാണ്ട്. ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. അവര് ആളുകളെ ബേസ്ഡ് ഓൺ കറന്റ് ഫീഡ്ബാക്ക് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് അല്ല, അതൊന്നും എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, അതൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ ക്രോസ് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ എനിക്ക് ഇതിനോടൊക്കെ ഞാൻ യോജിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാനുള്ള കൂടെ ഉണ്ടാവട്ടെ. അപ്പോ ഇത്ര തിരക്കിനിടയിലൊക്കെ വിളിച്ചപ്പോ വന്നതിനും സംസാരിച്ചതിനൊക്കെ വളരെ നന്ദി. കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. താങ്ക് യു.